ഈ ഗ്രൂപ്പിൽ എല്ലാവരും സ്റ്റുഡൻസ് വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടോ? ഇല്ല, ബിന്ദുവില്ല. അഡ്മിന്റെ നമ്പർ മെസ്സേജ് ഇട്ടേക്കാം. ഇല്ലാത്ത ആൾക്കാർ മെസ്സേജ് ഇട്ടാ മതി അഡ്മിന്. Good afternoon. Good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon, Miss. അപ്പൊ നമ്മള് ഓപ്പറേഷൻ തിയേറ്റർ മറന്നുപോയോ എല്ലാവരും? ഓപ്പറേഷൻ തിയേറ്റർ മറന്നുപോയോ? നമ്മുടെ കയ്യിൽ PDF ഉണ്ടല്ലോ അല്ലേ? ഉണ്ടെന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പൊ നമുക്കത് എങ്ങനെയാ, നിങ്ങൾക്ക് എങ്ങനെ വായിച്ചിട്ട് എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നോ? വേറെ ഇത് പോയായിരുന്നോ? നമ്മുടെ എന്താ ഓപ്പറേഷൻ തിയേറ്റർ എവിടെ വരെയാ നമ്മൾ എടുത്ത് നടത്തിയത്? സോണുകളെ കുറിച്ച് പറഞ്ഞായിരുന്നോ? സോണിനെ കുറിച്ച് പറഞ്ഞായിരുന്നോ? ആരെങ്കിലും ഒന്ന് പറയാമോ? സോണിംഗ് ഓപ്പറേഷൻ തിയേറ്റർ തുടങ്ങിയായിരുന്നോ? ജനറൽ പ്രിൻസിപ്പൾ മാത്രമേ കംപ്ലീറ്റ് ചെയ്തോളൂ. ഓക്കെ, ജനറൽ പ്രിൻസിപ്പൾ ആണ് എടുക്കണ്ടേന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ ഞങ്ങൾ നെക്സ്റ്റ് കഴിഞ്ഞ എന്താ പറയുക വേറെ ക്ലാസ്സിൽ അതിന്റെ ഇത് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പൊ ഇവിടെയാണോ എന്ന് ചോദിച്ചതാണ്. അപ്പൊ നമുക്ക് തുടങ്ങേണ്ടത് ഇവിടെ വരെ ഇവിടുന്ന് തുടങ്ങിയാണ്. ഇതിക്ക് മുമ്പ് നിങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ? ഓപ്പറേഷൻ തിയേറ്റർ വായിച്ചപ്പോ തന്നെ നിങ്ങൾ ക്ലിയർ ചെയ്ത് പോയി കാണും അല്ലേ? വലിയ പ്രശ്നമില്ലാത്ത ടോപ്പിക് അല്ലായിരുന്നു. എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്തോ ക്ലിയർ ആവുന്നില്ല. പോയിന്റ്സ് എന്താണ്? പോയിന്റ്സ് ചോദിക്കുന്നുണ്ട്. നമ്മള് സോൺ തുടങ്ങിയല്ലേ എടുക്കേണ്ടത്? അപ്പൊ നമ്മൾക്ക് സോണിന്റെ ഓപ്പറേഷൻ തിയേറ്റർ തുടങ്ങി എടുക്കാം. മുകളിലെ ഉള്ളത് നിങ്ങൾ വായിച്ചിട്ട് ക്ലിയർ ചെയ്ത് പോയില്ലേ? വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. 5ാമത്തെ പോയിന്റ് ചോദിക്കുകയാന്ന് തോന്നുന്നു, ഡൗട്ട് ചോദിക്കുന്നതാന്ന് തോന്നുന്നു. 5ാമത്തെ പോയിന്റ് ആണോ? ഇവിടത്തെ 5ാമത്തെ പോയിന്റ് ആണോ? ഇതിലെ ഫസ്റ്റ് പോയിന്റ് ആണോ? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇതാണോ? വെന്റിലേറ്റർ ഓർ ബ്രീതിങ് മെഷീൻ സ്റ്റാൻഡ്സ് ഫോർത്ത് ഇതാണോ ചോദിക്കുന്നത്? നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട്, ഞാൻ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ സമയം തന്നില്ലായിരുന്നോ? കേസ് അങ്ങനെ എന്തെങ്കിലും സ്പീഡ് പോയിരുന്നോന്നറിയാനോ? സോൺ തുടങ്ങി മതി. ഓക്കെ, അപ്പൊ നമുക്ക് സോൺ തുടങ്ങിയ ഇവിടുത്തെ ഫസ്റ്റ് പോയിന്റ് തുടങ്ങി ആണ് എടുക്കേണ്ടത് എന്നായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാല്ലേ? നമ്മുടെ നേരത്തെ ക്ലാസ്സിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല, നിങ്ങൾക്ക് ഓക്കെയാണ്, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോ ഓക്കെ, ഇത് തുടങ്ങിയല്ലേ? ഫോർ ദ വോൾ ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ട് ഡിസൈൻ ഓൺ ദ കൺസെപ്റ്റ് ഓഫ് 4 സോൺസ് അത് തുടങ്ങിയിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കേണ്ടത് അല്ലെ? എനിക്ക് ശരിയാണ്, എനിക്കും അങ്ങനെ തന്നെ തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചോദിച്ചത് ഇത് ക്ലാസ്സിലാണെന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോ ഇതില് നമ്മള് എന്താണ് ജനറൽ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടാണ് ഇങ്ങനെ സോൺ തിരിച്ചത്. അതായത് അവിടെ ഓപ്പറേഷൻ തിയേറ്റർ എന്താ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും എപ്പോഴും. എന്താ പറയാ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ അവിടെ എന്താ പറയുക അണുക്കളൊന്നും പ്രസരിക്കാത്ത തരത്തിലുള്ള കെയർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് എന്ത് പ്രത്യേകം ഇങ്ങനെ സോൺ തിരിച്ച് അവര് കാര്യങ്ങൾ പറയുന്നത്. സോൺ നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞു പോകാനേ ഉള്ളൂ, അത് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അതായത് നമുക്ക് ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ ഓരോ സോൺ തിരിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യണമെന്ന് സെപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് പ്രൊട്ടക്റ്റീവ് സോണ്, ക്ലീൻ സോണ്, സ്റ്റെറൈൽ ആൻഡ് സ്റ്റെറിലിറ്റി സോണ്, ദെൻ ഡിസ്പോസൽ സോണ്, അങ്ങനെ 3-4 സോൺ തിരിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. എവിടെ? ഓപ്പറേഷൻ തിയേറ്ററിൽ. കാരണം നമുക്കറിയാം ഓപ്പറേഷൻ ചെയ്യുമ്പോഴെല്ലാം അവർക്ക്
ഡോക്ടേഴ്സിന് അല്ലെങ്കിൽ നഴ്സുമാർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പേഴ്സിനെല്ലാം അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഗ്ലൗസ് ഒക്കെ മാറ്റി ചേഞ്ച് ചെയ്ത് നെക്സ്റ്റ് എക്യുപ്മെന്റ്സ് കൊണ്ട് എടുക്കാനോ അല്ലെങ്കിൽ അത് എടുത്തത് എന്തെങ്കിലും ആ ചെയ്യുന്നതിന്റെ ആ ടൈമിൽ തന്നെ അവർക്കത് എവിടെന്നെങ്കിലും ഒക്കെ എടുത്തിട്ട് അതിന്റെ ഡിവൈസുകളൊക്കെ എടുക്കാൻ പിടിക്കാനൊക്കെ പോകേണ്ടതൊക്കെ ഉണ്ട്. അപ്പൊ അത്തരത്തില് കൃത്യമായ സജ്ജീകരണങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രമേ ഇയാൾക്ക് എന്താ പറയാ ചിലപ്പോ മറ്റേ എന്താ പറയുക പേഷ്യന്റിനുമായിട്ട് ഡീൽ ചെയ്തുകൊണ്ട് വരാം ആണെങ്കിൽ അല്ലെങ്കിൽ ഈ എക്യുപ്മെന്റ്സിൽ നിന്നും അങ്ങനെയാണ് കൊണ്ടുപോകുന്ന അല്ലെ വേറെ ഏതെങ്കിലും പ്ലേസിൽ കൂടെയാണ് ഈ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നഴ്സുമാരൊക്കെ പോകുന്നതെങ്കിൽ ആ പ്ലേസിൽ നിന്ന് കിട്ടുന്ന അത് നല്ല ഒരു പ്ലേസ് അല്ല, നല്ല എന്താ പറയുക സ്റ്റെറിലൈസ് ചെയ്ത പ്ലേസിൽ കൂടെ എല്ലാം പോകുന്നതെങ്കിൽ ഇവർക്ക് എന്താ കിട്ടാം, ഇവര് അണുക്കളെയും കൊണ്ടിട്ടായിരിക്കും ചിലപ്പോൾ പേഷ്യൻസിന്റെ അടുത്ത് ചെല്ലുന്നത്. അപ്പൊ അങ്ങനെ ഒരു വാഹകരൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സോൺ തിരിച്ചിട്ട് പറയുന്നത്. നോക്കാം. അതിലെന്താ പറയുന്നത്, ഫസ്റ്റ് വണ്ണിൽ പറയുന്നു പ്രൊട്ടക്റ്റീവ് സോൺ. ആ സോണില് എന്തൊക്കെ കാര്യങ്ങളാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നു. എന്താ പറയുന്നത്, റിസപ്ഷൻ, വെയിറ്റിംഗ് ഏരിയ, റിലേറ്റീവ്സ് റിസപ്ഷൻസ് ആയിട്ട്, അതായത് വെയിറ്റിംഗ് ഏരിയ അവിടേക്ക് വന്നിരിക്കാൻ വേണ്ടിയിട്ടുള്ള റിലേറ്റീവ്സിനൊക്കെ വെയിറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഇൻഫോർമേഷൻസ് ഒക്കെ അല്ലെ, ചിലപ്പോ ഈ വ്യക്തിയിൽ നിന്നും എന്തെങ്കിലും പ്രത്യേക ഇൻഫോർമേഷൻസ് അവിടെ നിന്ന് പറയും, ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യേണ്ടതുണ്ട് എന്താ നമ്മുടെ വെയിറ്റിംഗ് ഏരിയയിൽ നിന്ന്. അപ്പൊ ആ സോൺ എന്ന് പറയുന്ന ഒരു പ്ലേസിൽ മാത്രമേ അവര് അവിടെ നിൽക്കാം അല്ലെ. ആ ഡോർ തുറക്കുമ്പോഴായിരിക്കും വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കുന്ന വ്യക്തികൾ നിന്നും ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ആ വെയിറ്റിംഗ് ഏരിയ എന്ന് പറയുന്നത് റിസപ്ഷൻ അല്ലെങ്കിൽ റിലേറ്റീവ്സ് വന്നിരിക്കുന്ന ഏരിയ ആണ്. ദെൻ ചേഞ്ചിങ് റൂം, പ്രീ അനസ്തീഷ്യ, സ്റ്റോർ റെക്കോർഡ്സ്, ഇതെല്ലാം എന്താണ് പ്രൊട്ടക്റ്റീവ് സോണിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓട്ടോക്ലേവ്, TSSU, ട്രോളി ബേ, കൺട്രോൾ ഏരിയ ഓഫ് ഇലക്ട്രിസിറ്റി. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റീവ് സോണ്, ക്ലീൻ സോണ്, സ്റ്റെറൈൽ ആൻഡ് റെസ്പെക്റ്റീവ് സോണ്, ഡിസ്പോസൽ സോൺ, അങ്ങനെ 4 തരത്തിലാണ് ഈ സോണിനെ തിരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നോക്കാം. പിന്നെ ഓരോന്നും ഇതെല്ലാം എവിടെയാണ്, ഏത് സോണിലാണ് വന്നിരിക്കുന്നതെന്ന് നോക്കാം. TSSU എന്നുള്ള കാര്യം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിയേറ്റർ സ്റ്റെറൈൽ സർജിക്കൽ യൂണിറ്റ് എന്നാണ് അതിന്റെ ഫോം എന്ന് പറയുന്നത്. തിയേറ്റർ സ്റ്റെറൈൽ സർജിക്കൽ യൂണിറ്റ് അങ്ങനെയാണ്. അതായത് നമ്മളുടെ എന്തെങ്കിലും എക്യുപ്മെന്റ്സ് എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും സ്റ്റെറിലൈസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം അവിടെ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യുന്ന യൂണിറ്റ് അത് എവിടെയാന്ന് പറയുന്നത് പ്രൊട്ടക്റ്റീവ് സോണിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇതെല്ലാം എന്താണ് പ്രൊട്ടക്റ്റീവ് സോണിലുള്ള കാര്യങ്ങളാണെന്ന് ശ്രദ്ധിക്കുക. റിസപ്ഷൻ, വെയിറ്റിംഗ് ഏരിയ, റിലേറ്റീവ്സ്, ചേഞ്ചിങ് റൂം, പ്രീ അനസ്തേഷ്യ, സ്റ്റോർ, നമ്മൾ അനസ്തേഷ്യ ഒക്കെ കൊടുക്കുന്നതിന് മുമ്പ് സൂക്ഷിക്കുന്നത്. അതേമാതിരി തന്നെ എന്താണ് ഓട്ടോക്ലേവ്, TSSU ഇങ്ങനത്തെ എന്തെങ്കിലും സ്റ്റെറിലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരികയാണെങ്കിൽ ഇപ്പൊ നമുക്കറിയാമല്ലേ ഹോസ്പിറ്റലിലേക്ക് ആ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കിടക്കുന്നതിനൊക്കെ മുമ്പ് എപ്പോഴും എന്താ പറയുക അണുമുക്തമായ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. അപ്പൊ ആ ഡ്രസ്സിങ് അവയർനെസ് ഒക്കെ എവിടെ സൂക്ഷിക്കുന്നത്, ഇത്തരത്തിലുള്ള പ്ലേസുകളിലൊക്കെയാണ് സൂക്ഷിക്കുന്നത്. ദെൻ ട്രോളി ബേ, ദെൻ കൺട്രോൾ ഏരിയ ഓഫ് ഇലക്ട്രിസിറ്റി, ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ തിയേറ്ററിന് ആവശ്യമായിട്ടുള്ള ഇലക്ട്രിസിറ്റി പ്രത്യേകമായിട്ട് ഒരു യൂണിറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. കാരണം നമുക്കറിയാം ഓപ്പറേഷൻ റൂമിൽ എന്താണ് ഒരുപാട് ഡിവൈസുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്ലേസ്, അതിന് സെപ്പറേറ്റ് ഒരു കൺട്രോൾ ഏരിയ അതിന് വേണ്ടി സെപ്പറേറ്റ് ഉണ്ടായിരിക്കും. ഇതെല്ലാം പ്രൊട്ടക്റ്റീവ് സോണിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. തന്നെ ക്ലീൻ സോൺ, അടുത്ത സോൺ എന്ന് പറയുന്നത് ക്ലീൻ സോൺ ആണ്. അവിടെ എന്താണ് പ്രീ ഓപ്പറേറ്റിംഗ് റൂം, ഓപ്പറേറ്റിംഗ് റൂമിന് പോകുന്നതിന് മുമ്പ് ഉള്ള ആ ഒരു കാര്യം. റിക്കവറി റൂം, വീണ്ടും എന്തെങ്കിലും ചേഞ്ചസ് അല്ലെ നമ്മൾ റിക്കവറി അതിന് ശേഷമാണെങ്കിലും അവിടെ വന്ന് ഇരിക്കേണ്ട വരുമ്പോൾ അല്ലെ ഓപ്പറേഷൻ കഴിയുമ്പോഴായിട്ട് നമ്മൾ സ്വീകരിക്കുമ്പോൾ അല്ലെ അത്തരത്തിലുള്ള പ്ലേസുകളാണ് എന്താണ് റിക്കവറി റൂം എന്ന് പറയുന്നത്. പ്ലാസ്റ്റർ റൂം, സ്റ്റാഫ് റൂം, സിന്തറ്റിക് റൂം, സ്റ്റോർ റൂം, ദെൻ എക്സ്റേ യൂണിറ്റ്, ഡാർക്ക് റൂം, ഓട്ടോ പ്രോസസർ, ഇവയെല്ലാം കാര്യങ്ങൾ എക്സ്റേ കാര്യങ്ങളൊക്കെ നടത്തണമെങ്കിൽ ഇതെല്ലാം ക്ലീൻ സോൺ എന്നുള്ള സെപ്പറേറ്റ് സോണിലൂടെ ചെയ്തതിനു ശേഷമാണ് ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ. അപ്പൊ ഓരോ സോൺ തിരിച്ചേക്കുന്നത് എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കുക. ഓപ്പറേഷൻ എന്ന് പറയുന്ന പ്ലേസ് എന്ന് പറയുന്നത് വളരെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഏരിയ ആണ്. അതുകൊണ്ടാണ് അവര് ആ ഏരിയയിലേക്ക് മുമ്പ് തന്നെ നമുക്ക് അറിയാം ആ സോണിലേക്ക് എത്തുന്നതിനേക്ക് മുമ്പ് തന്നെ സെപ്പറേറ്റ് വിങ്ങുകളായിട്ട് തിരിച്ചിരിക്കുന്നതാണ്. വീണ്ടും സ്റ്റെറൈൽ ആസ്പെക്റ്റീവ് സോൺ, അവിടെ എന്താണ് ഓപ്പറേറ്റിംഗ് റൂം, അവിടെയാണ് ഓപ്പറേഷൻ റൂം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. തന്നെ സ്ക്രബ് റൂം, നമുക്കറിയാം ഓപ്പറേഷൻ ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ ഡോക്ടേഴ്സിന് അത് ചേഞ്ച് ചെയ്ത് കൈയെല്ലാം അല്ലെങ്കിൽ വാഷ് ചെയ്തിട്ട് വേണം നെക്സ്റ്റ് സ്റ്റെപ്പ് ആകുക. അപ്പൊ ആ ഒരു പ്ലേസും കൂടി അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ദെൻ അനസ്തേഷ്യ, ഇൻഡക്ഷൻ റൂം, ഇൻസ്റ്റന്റ് ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസേഷൻ,
ഇൻസ്ട്രുമെന്റ് ട്രോളി ഏരിയ, ഇതെല്ലാം ഇൻസ്റ്റന്റ് ഇൻസ്ട്രുമെന്റ് എന്നൊക്കെ പറഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അടുത്തൊരു വേറൊരു ഡിവൈസും കൂടി ചിലപ്പോൾ അതിന് ആവശ്യമായിരിക്കും. അപ്പൊ അത് പെട്ടെന്നുള്ള ആവശ്യങ്ങളാണ്. അതാണ് ഇൻസ്റ്റന്റ് എന്ന് പറയാം. അപ്പാപ്പയുള്ള ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള ഇൻസ്ട്രുമെന്റ്, സ്റ്റെറിലൈസ് ചെയ്തിരിക്കുന്ന വസ്തുക്കൾ, സ്റ്റെറിലൈസ് ചെയ്തിരിക്കുന്ന ഡിവൈസുകളായിരിക്കണം അവിടെ സൂക്ഷിച്ചിരിക്കേണ്ടത്. അപ്പൊ അത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം സൂക്ഷിച്ചിരിക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് സ്റ്റെറൈൽ അസ്പെക്റ്റീവ് സോൺ ഏരിയയിലാണ്. ഇൻസ്ട്രുമെന്റ് ട്രോളി ഏരിയ, നമുക്കിപ്പോ രോഗിയെ പെട്ടെന്ന് തന്നെ അങ്ങനെ കൈകാര്യം ചെയ്യേണ്ടേക്ക് വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഇൻസ്ട്രുമെന്റ്സ് എല്ലാം അവിടെ ഉണ്ടായിരിക്കണം. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റെറൈൽ അസ്പെക്റ്റീവ് സോണിലാണ്. ലാസ്റ്റ് വൺ നമുക്ക് എല്ലാവർക്കും അറിയാം ഡിസ്പോസൽ സോൺ. അതായിരിക്കും വേസ്റ്റ് ആയിട്ടുള്ള അല്ലെ, ഡേർട്ടി വാഷപ്പ് റൂം, ഡിസ്പോസൽ കോറിഡോർ, ജെൻഡർ ക്ലോസറ്റ്, ഇതെല്ലാം എന്താണ് നമ്മുടെ കാര്യം ഇത്തരത്തിലുള്ള, അതായത് ഡിസ്പോസൽ വേസ്റ്റുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെല്ലാം എന്താണ് ഈ ഒരു ഏരിയയിലേക്കാണ് കൊണ്ടുപോകേണ്ടത്. നമുക്കറിയാം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കിടക്കുന്നതിന് മുമ്പ് സ്റ്റെപ്പായിട്ടാണ് അവര് അങ്ങോട്ടേക്ക് ആ റൂമിലേക്ക് കയറ്റുള്ളൂ അല്ലെ. അപ്പൊ എല്ലാ ഹോസ്പിറ്റലും ചിലപ്പോൾ ഇതിനെ പ്രാവർത്തികമാക്കിയെന്ന് വരില്ല. അതിപ്പോ താഴെ നമുക്ക് ഒരു ഇതിൽ പറയുന്നുണ്ട് യൂഷ്വൽ ഏരിയ ഡെഫിഷ്യൻസിനോ ഓപ്പറേഷൻ തിയേറ്റേഴ്സിനോ. നമ്മൾ പൊതുവെ ചില ഹോസ്പിറ്റലൊക്കെ ശരിക്കും പറഞ്ഞ പേഷ്യൻസ് ആ ഒരു പറയുന്ന ഡ്രസ്സുകളൊക്കെ ചിലപ്പോൾ ആണെങ്കിൽ ആ റൂമിൽ തന്നെ ഇരുന്ന് ഇട്ടിട്ട് ആ ടൈമില് അല്ലെ, ആ ടൈമിലൊക്കെ തന്നെയാണ് അങ്ങോട്ടേക്ക് കയറി ചെല്ലേണ്ടി വരിക. അതേസമയം ഡോക്ടേഴ്സ് ആണെങ്കിലും അതായത് അവരുടെ എന്താ പറയുക പ്രിക്കോഷൻസ് ഒക്കെ എടുത്തതിന് ശേഷമാണ് ഓപ്പറേഷൻ റൂമിലേക്ക് കയറി വരുന്നത്. അപ്പൊ ഇവരെല്ലാം എന്താണ് ഈ സ്റ്റെപ്പുകൾ, അതായത് ഈ നമ്മുടെ പ്രൊട്ടക്റ്റീവ് സോൺ, ക്ലീൻ സോൺ ഒക്കെ കവർ ചെയ്തതിനു ശേഷമാണ് ഓപ്പറേഷൻ റൂമിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പൊ ഇതിലെല്ലാം എന്താണ്, ഇതിലെല്ലാം പ്രത്യേകം സജ്ജീകൃതമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ വിസിറ്റേഴ്സിന് നമുക്ക് എല്ലാവർക്കും അറിയാം ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഇന്ന ഒരു പ്ലേസിലാണ് വിസിറ്റേഴ്സ് എല്ലാവരും അവർക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾ ഇൻഫോർമേഷൻസ് ഒക്കെ എന്താ പറയാ അവിടെ നിന്നും എന്താ പറയാ ഡ്യൂട്ടി റൂമിൽ നിന്ന് കളക്ട് ചെയ്യുന്നതും ഒപ്പം ഈ പേഷ്യന്റിൽ നിന്നുള്ള കാര്യങ്ങൾ, പേഷ്യന്റിന്റെ റിലേറ്റീവ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാനായിട്ട് നമുക്കറിയാം സെപ്പറേറ്റ് ഒരു വിങ്ങിലായിരിക്കും അവർ വെയിറ്റ് ചെയ്യുന്നത്. അപ്പൊ അതെല്ലാം എന്താണ് ഈ പ്രൊട്ടക്റ്റീവ് സോണിലുള്ള ഏരിയയിലേക്ക് തിരിച്ചു വെച്ചിരിക്കും. ക്ലീൻ സോൺ എന്ന് പറയുമ്പോൾ അതിൻ്റെതായ കുറെ കാര്യങ്ങൾ പ്രീ ഓപ്പറേറ്റിംഗ് അതിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എവിടെയാ, ആ ഒരു ചെറിയ അസ്പെക്റ്റീവ് സോൺ എന്ന് പറയുന്നത്. നമുക്കറിയാം അത് കൊടുത്തതിന് ശേഷം ഇത്ര മിനിറ്റിനുള്ളിലാക്കി തന്നെ ഇത്ര ടൈമിനുള്ളിൽ തന്നെയാണ് എന്താണ് ഓപ്പറേഷൻ നടക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഓരോ പ്ലേസുകൾ ഇവര് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കി വെക്കാന്നേ ഉള്ളൂ. ഇതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഓക്കെ അല്ലേ? ആഴ്ചയിൽ മനസ്സിലാവുന്ന ഒരു ഏരിയ അല്ലേ? ഇങ്ങനെ ഒരു 4 ഏരിയാസ് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പ്രൊട്ടക്റ്റീവ് സോണ്, ക്ലീൻ സോണ്, സ്റ്റെറൈൽ അസ്പെക്റ്റീവ് സോണ്, ഡിസ്പോസൽ സോണ്. നമുക്കറിയാം ഫ്രണ്ടില് നമ്മൾ ഒരു ചെറിയൊരു നോട്ടത്തിൽ നമുക്ക് ഈ ഫസ്റ്റ് ഇതിൽ കേൾക്കുമ്പോൾ അറിയാൻ പറ്റും. റിസപ്ഷൻ, വെയിറ്റിംഗ് ഏരിയ, ദെൻ പ്രീ ഓപ്പറേറ്റിംഗ് റൂം, ഓപ്പറേറ്റിംഗ് റൂം, ഡേർട്ടി വാഷ് അപ്പ് റൂം, അതായത് അതിനുശേഷം ഡിസ്പോസ് ചെയ്യുന്ന വസ്തുക്കൾ. അപ്പൊ ഈ ഒരു ഇതാണ് ഇത് 4 രീതിയിൽ തരംതിരിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. നമുക്ക് കുഴപ്പമില്ല, കണ്ടിന്യൂ ചെയ്യാമോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കണ്ടിന്യൂ ചെയ്യട്ടെ? വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നതല്ലേ? TSSU ഫുൾ ഫോം ആണോ ഉദ്ദേശിക്കുന്നത്? TSSU എന്ന് പറയുമ്പോൾ തിയേറ്റർ സ്റ്റെറൈൽ സർജിക്കൽ യൂണിറ്റ്. തിയേറ്റർ സ്റ്റെറൈൽ സർജിക്കൽ യൂണിറ്റ്. ഓക്കെ, സ്റ്റെറൈൽ സർജിക്കൽ യൂണിറ്റ്. ഓക്കെ, ഇതാണ് അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. പിന്നെ യൂഷ്വൽ കണ്ടിന്യൂ ചെയ്യാലോ. ജനറൽ പ്രിൻസിപ്പിളെ 3rd പോയിന്റ്. ജനറൽ പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി solid materials and waste have to be eliminated from the operating rooms without passing through clean areas. അതായത് ക്ലീൻ ഏരിയാസില് നമ്മള് സോളിഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് നമുക്കറിയാം അല്ലെ, എന്തെങ്കിലും ഇപ്പൊ നമ്മള് പോകുമ്പോഴെല്ലാം എന്തെങ്കിലും ഇപ്പൊ എന്താ പറയുക മണ്ണും ഇതൊക്കെ ഉണ്ടല്ലോ, എന്തെങ്കിലും അങ്ങനെ പദാർത്ഥങ്ങൾ എന്തെങ്കിലും അവിടെ നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം എലിമിനേറ്റ് ചെയ്യുന്ന ഒഴിവാക്കിയിരിക്കണം എന്നുള്ളതാണ്. നമ്മള് ബാങ്കുകളിൽ നടക്കുമ്പോൾ എന്താ പറയാ നമ്മുടെ പാദത്തിൽ നിന്ന് പൊടിയോ മറ്റു പടലങ്ങളൊന്നും അവിടെ ഒന്നും പറ്റിപ്പിടിക്കാൻ പാടില്ല അല്ലെ. നമ്മൾ ആ ഏരിയ വെല്ലായിട്ട് യൂസ് ചെയ്യേണ്ടതാണ്.
അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ടുള്ള ചപ്പൽസ് അവിടെ ധരിക്കേണ്ട ചപ്പൽസ് ഒക്കെ യൂസ് ചെയ്തിട്ട് വേണം അങ്ങോട്ടേക്കൊക്കെ പോകാനായിട്ട്. അല്ലെങ്കിൽ അല്ലാതെ വിത്തൗട്ട് പാസ് അല്ലാതെ നമ്മളതൊന്നും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പാസ് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യമാണ്. ഓക്കെയാണോ? സോളിഡ് മെറ്റീരിയൽസ് ആൻഡ് വേസ്റ്റ് ഹാവ് ടു ബി എലിമിനേറ്റഡ് ഫ്രം ദ ഓപ്പറേറ്റിംഗ് റൂം. ഓപ്പറേറ്റിംഗ് റൂമിൽ നിന്ന് അതെല്ലാം ഒഴിവാക്കണം. വിത്തൗട്ട് പാസിംഗ് ത്രൂ ക്ലീൻ ഏരിയാസ്. ഒരിക്കലും എന്താണ് ആ ക്ലീൻ ഏരിയാസിൽ ഇങ്ങനെയൊന്നും ഉള്ളത് കൊണ്ട് അങ്ങനെയൊന്നും ആയിട്ട് പോകാൻ പാടില്ല. ഓക്കെ ആയോ? ചോദിച്ചാൽ പോയാ മനസ്സിലായോ? സോളിഡ് മെറ്റീരിയൽസ് ആൻഡ് വേസ്റ്റ് ഹാവ് ടു ബി എലിമിനേറ്റഡ് ഫ്രം ദ. ഓക്കെ, എന്തെങ്കിലും കണ്ടിന്യൂ ചെയ്തേ. ഓക്കെ, അപ്പോ എന്താ പറയാ? ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത്, അതായത് ഇത് സോൺ തിരിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതേ ഉള്ളൂ. നിങ്ങളത് എന്താണ് എന്നുള്ളത് ചിലപ്പോൾ എല്ലാ ഓപ്പറേഷൻ തിയേറ്ററിലും ഇങ്ങനെ ഉണ്ടായെന്ന് വരില്ല, നമുക്കറിയാം. പക്ഷെ ഇത് അങ്ങനെയൊക്കെയാണ് ശരിക്കും ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഓപ്പറേഷൻ റൂമിൽ തന്നെ സെപ്പറേറ്റ് വിങ്ങുകൾ ഉണ്ടായിരിക്കണം. എന്തായാലും അത് പെർഫെക്റ്റ് ആയിട്ട് നമുക്കറിയാം. അവിടെ ഓപ്പറേഷൻ റൂം നല്ല വെൽ ക്ലീൻഡ് ആയിട്ടാണ് അവർ ഉപയോഗിക്കാറുള്ളത്. ചില ഡോക്ടേഴ്സ് മസ്റ്റ് ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നെയിലിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ കടത്തി വിടുള്ളൂ. കാരണം അത് അതിൻ്റെതായ ഒരു പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ മിക്കവാറും ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്യും. അവരെത്രയൊന്നും അവിടെ ഒന്നും വഴക്കുകളൊന്നും വരുത്താതിരിക്കാൻ വേണ്ടി ഇത്തരം സ്റ്റെപ്പുകളെല്ലാം കൃത്യമായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യും. ഇത് വിടേണ്ടത് ഇപ്പൊ നെക്സ്റ്റ് എന്താ പറയുക, അതിന് വേണ്ടിയിട്ട് കയറുന്ന വ്യക്തികൾ ധരിക്കേണ്ട സംഭവങ്ങളൊക്കെ ധരിച്ച് കൃത്യമായിട്ടുള്ള ഹാൻഡ് വാഷും അല്ലെങ്കിൽ ഗ്ലൗസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ടേക്ക് കയറുള്ളൂ. പേഷ്യൻസിനെ ആണെങ്കിലും അവർ കൃത്യമായിട്ടുള്ള രീതിയിൽ അല്ലെ ഡ്രസ്സിങ്ങും അല്ലെങ്കിൽ മുടികളൊക്കെ ആണെങ്കിലും അതൊക്കെ കൃത്യമായിട്ട് പിൻ ചെയ്ത് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് നെയിലൊക്കെ ആണെങ്കിൽ അത് കൃത്യമായിട്ടൊക്കെ ചെയ്തതിനു ശേഷം കയറുള്ളൂ. കാരണം അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടതും ക്ലീൻ ആയിട്ട് സംരക്ഷിക്കേണ്ടതുമായിട്ടുള്ള ഏരിയ ആയതുകൊണ്ടാണ് ഇത്തരം സോണായിട്ട് തിരിച്ചിരിക്കുന്നത്. ആ ഏരിയയിലൂടെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരിക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടിയില്ല. ഓക്കെ, then നമുക്ക് നെക്സ്റ്റിലേക്ക് പോകാം. യൂഷ്വൽ ഏരിയാസ് ഓഫ് ഡെഫിഷ്യൻസി ഇൻ ഓപ്പറേഷൻ തിയേറ്റേഴ്സ്. അതായത് എന്താണ് ഡെഫിഷ്യൻസി ഇൻ ഓപ്പറേഷൻ തിയേറ്ററിൽ എന്തൊക്കെയാണ് ഡെഫിഷ്യൻസി ആയിട്ട് ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നതെന്ന് നോക്കാം. നോ റിസപ്ഷൻ ഏരിയ, നോ സെപ്പറേറ്റ് റൂംസ് ഫോർ. അതായത് റിസപ്ഷൻ ഏരിയ എന്ന് പറയുന്നത് ചിലപ്പോൾ എല്ലായിടത്തും ഉണ്ടാവണമെന്നൊന്നുമില്ല. ഇനി ഇൻ കേസ് സെപ്പറേറ്റ് റൂംസ് ഫോർ, അതെല്ലാം ഒരു ഡെഫിഷ്യൻസി ആയിട്ടാണ് പറയുന്നത്. നോ സെപ്പറേറ്റ് റൂംസ് ഫോർ സർജൻ, അനസ്തേഷ്യോളജി, തന്നെ ഡോക്ടർ, അറ്റൻഡൻസ്, അങ്ങനെ അവർക്ക് സെപ്പറേറ്റ് റൂമുകളൊന്നുമില്ല. ഡോക്ടേഴ്സ് ഒക്കെ വരും, അവർ ഓപ്പറേഷൻ ഒക്കെ ചെയ്യും, അല്ലെങ്കിൽ അനസ്തേഷ്യ അവരെല്ലാവരും വന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു പോകും. ഇവർക്കൊന്നും സെപ്പറേറ്റ് റൂമുകളൊന്നും ചിലപ്പോൾ എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ടായെന്ന് വരില്ല. അതെല്ലാം എന്താ പറയുക, ചില ഹോസ്പിറ്റലിലെ ഫെസിലിറ്റീസ് ആയിരിക്കും. പിന്നെ എന്താ വീണ്ടും പറയുന്നത് എന്താ, നോട്ട് ഇനഫ് നമ്പർ ഓഫ് ചേഞ്ച് റൂംസ് ഫോർ ഡിഫറെന്റ് ക്ലാസ് ഓഫ് പീപ്പിൾസ്. നമുക്കറിയാം ഇപ്പൊ ചേഞ്ചസ് ഒക്കെ വരുത്തണമെന്ന് പറയാം അല്ലെ, അതിൻ്റെതായ ഡ്രസ് കോഡിലൂടെ മാത്രമേ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകും. ഡോക്ടേഴ്സ് ആണെങ്കിലും അവരുടെ ഡ്രസ്സുകൾ വെള്ളമായിട്ട് അല്ലെ ഓപ്പറേഷൻ തിയേറ്ററിൽ പോകുന്നതിന് മുമ്പ് അവർക്ക് അവരുടേതായ ഡ്രസ്സുകൾ, സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള ഡ്രസ്സുകൾ തന്നെ, അതായത് അണുവിമുക്തമായിട്ടുള്ള ഡ്രസ്സുകൾ തന്നെയായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. PPE കിറ്റ് പോലെയുള്ള ഡ്രസ്സുകളൊക്കെ യൂസ് ചെയ്യണം. കാരണം അവർക്കും ഇതുകൾ പ്രൊട്ടക്ഷൻ വേണം, ഒപ്പം മറ്റു രോഗിക്കും പ്രൊട്ടക്ഷൻ വേണം. അങ്ങനെയുള്ള ആ ഒരു രീതിയിൽ വേണ്ടി അതിനനുസരിച്ചുള്ള ഡ്രസ്സുകളൊക്കെ ധരിക്കേണ്ടതുണ്ട്. പക്ഷെ ഇവർക്കൊന്നും എന്താണ് സെപ്പറേറ്റ് ഡിഫറെന്റ് റൂമുകളൊന്നും ഉണ്ടാവണമെന്നില്ല. ഇതൊരു ഡെഫിഷ്യൻസി ആയിട്ട് പറയുന്നു. then inappropriate size and type of doors etc. ചിലപ്പോ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അൺഅപ്രോപ്രിയേറ്റ് സൈസ് ഡോർസ് ഒക്കെ ആയിരിക്കും ചിലപ്പോ. കാരണം നമുക്കറിയാം സ്ട്രക്ചറോട് കൂടി രോഗീനൊക്കെ കയറ്റുമ്പോൾ ചിലപ്പോൾ അതേ ഡോറിൽ കൂടെ തന്നെയായിരിക്കും അവർക്ക് പുറത്ത് വിടാനൊക്കെ ആയിട്ട്. എല്ലാവർക്കും എല്ലാ പ്ലേസിലൂടെയും അല്ലെ കയറുന്ന പ്ലേസ്, ചിലപ്പോ നെക്സ്റ്റ് ഇറക്കേണ്ട പ്ലേസ്, അതൊക്കെ എന്ന് പറയുന്നത് എല്ലാവർക്കും എന്താ പറയാ ഇൻഅപ്രോപ്രിയേറ്റ് സൈസിലായിരിക്കും. ചിലപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള സൈസിലൊന്നും ആയിരിക്കണമെന്നില്ല. അതൊക്കെ എന്താണ് ഓരോ ഡെഫിഷ്യൻസി എന്ന് പറയുന്നു. പിന്നെ ലാക്ക് ഓഫ് ലാമിനർ ഫ്ലോ ആൻഡ് മാൻഡേറ്ററി എയർ എക്സ്ചേഞ്ച് സിസ്റ്റം ഇൻ ഓപ്പറേഷൻ തിയേറ്റർ. നമുക്കറിയാം എപ്പോഴും എന്താ നല്ല വെന്റിലേഷൻ സൗകര്യം ഉണ്ടായിരുന്ന അല്ലെ, എയർ എന്ന് പറയുന്നത് എപ്പോഴും നല്ല കൃത്യമായിട്ട് റൂമിലേക്ക് ആ എയർ കണ്ടീഷനിങ് ആയിട്ടുള്ള റൂമാണെങ്കിൽ കൂടി അവിടേക്ക് പാസ് ചെയ്യുന്നതും പുകയുന്നതൊക്കെ എപ്പോഴും നല്ല രീതിയിൽ തന്നെയായിരിക്കും. അപ്പോൾ
അതിന്റെയൊക്കെ അഭാവം എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ലാമിനർ ഫ്ലോ ഓഫ് മാൻഡേറ്ററി എയർ എന്ന് പറയുമ്പോൾ അതൊരു വളരെ ഒരു ചെറിയൊരു ഡെഫിഷ്യൻസി ആയിട്ട് തന്നെയാണ് പറയുന്നത്. ദെൻ ലാക്ക് ഓഫ് സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ തിയേറ്റർ പ്രോട്ടോകോൾ. ചിലപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിന് കൃത്യമായ ഒരു പ്രോട്ടോകോൾ ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ. പൊതുവെ അങ്ങനെയാണ് പേഷ്യൻസിനെ ആണെങ്കിൽ ഇന്ന രീതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടായിരിക്കണം കേട്ടേണ്ടത്. അതേമാതിരി തന്നെ ഡോക്ടേഴ്സ് ആണെങ്കിൽ നഴ്സുമാരായിട്ടും ഇന്ന പ്രോട്ടോകോളിലൂടെയാണ് വരേണ്ടത് എന്നൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതിന്റെയൊക്കെ ചില അഭാവങ്ങൾ അതൊരു ഡെഫിഷ്യൻസി ആയിട്ട് പറയുന്നു. നോ സെപ്പറേറ്റ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ നമ്പർ ഓഫ് സെപ്പറേറ്റ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് CSSD എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിൽ എന്താണ് ഒരുപാട് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അങ്ങനെയാണല്ലോ നമ്മൾ മനസ്സിലാക്കിയത്. ഓപ്പറേഷൻ തിയേറ്ററിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ആ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് അവിടെ എന്താണ് ഒരുപാട് എക്യുപ്മെന്റ്സ് ഉണ്ടാവും. ആ റൂം എന്ന് പറയുമ്പോൾ ഒരുപാട് എക്യുപ്മെന്റ്സ് ഉണ്ടാവും, ഒരുപാട് സൗണ്ടുകൾ കേൾക്കുന്നുണ്ടാവും, കുറെ ലൈറ്റുകൾ, അതായത് മോണിറ്ററിങ് വർക്കുകളൊക്കെ നടക്കുന്നുണ്ടാവും, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും പറഞ്ഞു. അപ്പൊ അത് തന്നെ ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ എക്യുപ്മെന്റ്സുകൾ യൂസ് ചെയ്യുമെന്നാണ് അതെല്ലാം ചെറിയ ചെയ്തിരിക്കുന്നത്, എപ്പോഴും അളവുമുക്തമായിരിക്കും. അപ്പൊ അങ്ങനെ ചെയ്യേണ്ടി വരുമ്പോഴെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഓപ്പറേഷൻ തിയേറ്ററിനൊക്കെ സെപ്പറേറ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അവരെന്താ പറയുന്നത് ഒന്നിച്ചായിരിക്കും ആ ഒരു യൂണിറ്റ് നടത്തുന്നത്. അതായത് ഇത്തരത്തിലുള്ള ഡിവൈസുകളും ഇത്തരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ എല്ലാം എന്ത് ചെയ്യും ഈ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു യൂണിറ്റ് ഉണ്ടാവുകയും ആ യൂണിറ്റിൽ എല്ലാം സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷമാണ് ഈ ഓരോരുത്തർക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള ഈ എക്യുപ്മെന്റ്സ് ഒക്കെ സപ്ലൈ ചെയ്യുന്നത്. അതാണ് ഇവിടെ പറയുന്നത് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഈ യൂണിറ്റ് അതായത് എക്യുപ്മെന്റ്സ് എല്ലാം സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം ഓരോ സ്ഥലത്തേക്ക് സപ്ലൈ ചെയ്യുന്നു. അപ്പൊ ആ ഹോസ്പിറ്റലിൽ തന്നെ മറ്റു തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകൾക്ക് ആവശ്യമായിട്ടുള്ള അതനുസരിച്ച് സപ്ലൈ ചെയ്യുന്നതാണ്. ഇതിന്റെ എന്ന് പറയുന്നത് ഈ നമ്പർ ഈ അത്രയും സെപ്പറേഷൻ ആയിട്ടുള്ള ഇതുകളൊന്നും വിങ്ങുകളൊന്നും ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല. അതൊരു ഡെഫിഷ്യൻസിയാണ്. ദെൻ വെയിറ്റിംഗ് ഏരിയ റിക്കവറി, വെയിറ്റിംഗ് ചെയ്യാനായിട്ട് റിക്കവറി എന്താ പറയുക ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും അല്ലെങ്കിൽ എനിക്ക് മുമ്പൊക്കെ ആണെങ്കിൽ സെപ്പറേറ്റ് ഏരിയകളൊന്നും ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല. നോട്ട് വെൽ എക്യുപ്ഡ്, ലാക്ക് ഓഫ് ബേസിക് ഫെസിലിറ്റി, ചിലപ്പോൾ ആണെങ്കിൽ ഇവരെ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഇറക്കി കൊണ്ടുവരാനോ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഫെസിലിറ്റീസിന്റെ അഭാവം, ഇതെല്ലാം എന്താണ് ഒരു ഡെഫിഷ്യൻസി ആയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഒരു ഡെഫിഷ്യൻസി ആയിട്ട് ഒരു അഭാവം അല്ലെ, അതിന്റെ ആ ന്യൂനതയായിട്ട് പറയുന്നതാണ്. അതാണ് യൂഷ്വൽ ഏരിയാസ് ഓഫ് ഡെഫിഷ്യൻസി ഇൻ ഓപ്പറേഷൻ തിയേറ്റർ. നമ്മൾ നേരത്തെ പറഞ്ഞത് ഇന്ന ഏരിയകൾ ഇതിനെ സെപ്പറേറ്റ് സോൺ ആക്കി തിരിച്ചതാണ്. പിന്നെ പറയുന്ന യഥാർത്ഥത്തിൽ ഇതൊരു കുറച്ച് കാര്യങ്ങൾ എന്നൊക്കെ പറയുന്ന ഒരു ഡെഫിഷ്യൻസി തന്നെയാണ്, അതിന്റെ ഒരു അഭാവം ഉണ്ട് എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിക്കുകയാണ്. ക്ലിക്കായോ? നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു ഓപ്പറേഷൻ തിയേറ്ററിനെ കുറിച്ച് പഠിക്കുമ്പോൾ എല്ലാ ഭാഗം കവർ ചെയ്ത് പോവുകയാണ്. ഞാൻ താഴെയും വരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് തന്നെ. നിങ്ങൾക്ക് മനസ്സിലായോ? വലിയ ഡൗട്ടുകളൊന്നും ഇല്ലാത്ത ഒരു ഏരിയയാണ്, ഒരു സിമ്പിൾ ചാപ്റ്റർ ആണ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ. ആ സ്റ്റാർട്ടിങ് 2 പേജസ് ആണ് നമുക്ക് ഇച്ചിരി പഠിക്കാനുള്ളത്. ബാക്കി നമുക്ക് മനസ്സിലാക്കി പോകുന്ന കാര്യങ്ങളേ ഉള്ളൂ. 8th പോയിന്റ് വെയിറ്റിംഗ് ഏരിയ റിക്കവറി. നമ്മളിപ്പോ നമ്മൾ പറഞ്ഞില്ലേ ഇൻഫോർമേഷൻസ് ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ തിരിച്ച് അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ എന്താ പറയുക അവിടെ തിയേറ്ററിൽ എടുത്തിരിക്കുന്ന വ്യക്തികളുടെ ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യാനായിട്ട് റിലേറ്റീവ്സ് ഒക്കെ നിൽക്കും. അവ ആ ഏരിയ എന്ന് പറയുന്നത് എന്താണ് നോട്ട് വിലയ്ക്ക് പിടിച്ച് ചിലപ്പോൾ നമുക്ക് അറിയാലോ വിസിറ്റ് ചെയ്യാൻ നമ്മളവിടെ ചിലപ്പോൾ ഒറ്റ സ്ഥലം ഉണ്ടാവില്ല, പ്ലേസ് ഒക്കെ വളരെ കുറവായിരിക്കും. ഒരുപാട് നേരം ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒരാൾ എനിക്ക് വെയിറ്റ് ചെയ്ത് എന്താ പറയുക എനിക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ അടുത്ത ആൾക്ക് ഇരിക്കാൻ സീറ്റ് ഉണ്ടാവുന്നത് ചില ഹോസ്പിറ്റലിന്റെ ഒരു ഫെസിലിറ്റിയുടെ അഭാവങ്ങളാണ്. അതാണ് പറയുന്നത് നോട്ട് വെൽ എക്യുപ്ഡ്, ലാക്ക് ഓഫ് ബേസിക് ഫെസിലിറ്റി. അവിടെ ചിലപ്പോൾ ഫെസിലിറ്റീസ് ഒക്കെ കുറവായിരിക്കുന്നു. നമുക്ക് റിക്കവർ ചെയ്ത് ആ വ്യക്തിയെ ചിലപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് ഇറക്കുന്നവരേക്കും വെയിറ്റ് ചെയ്യുന്ന ആ ഒരു ഏരിയ എന്നൊക്കെ പറയുന്നത് എന്താണ് ചിലപ്പോൾ നോട്ട് വെൽ എക്യുപ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ലാക്ക് ഓഫ് ബേസിക് ഫെസിലിറ്റീസ് അവര് പ്രദാനം ചെയ്തിട്ടുണ്ടാവില്ല എന്ന് പറയുന്നു. ഓക്കെ, അതൊരു ഡെഫിഷ്യൻസി എന്ന് പറയുന്നു. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് കണ്ടിന്യൂ ചെയ്യാലോ? ക്ലിയർ ആയോ എന്ന് ചോദിച്ചിട്ട് മറുപടി വന്നില്ല. വെയിറ്റിംഗ് ഏരിയ റിക്കവറി, നോട്ട് വെൽ എക്യുപ്ഡ്, ലാക്ക് ഓഫ് ബേസിക് ഫെസിലിറ്റി. മനസ്സിലായോ ചോദിച്ചത്? 8th പോയിന്റ് എന്നോട് ചോദിച്ചേരുന്ന ഡൗട്ടായിട്ട് പോയോ? ആള് ചോദിച്ചാള്
കേൾക്കുന്നതിനനുസരിച്ച് അടുത്ത് പോയോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ടൈപ്പ് ഓഫ് പോയിന്റ് പറയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. lack of a laminar flow mandatory air exchange system in operation theatre. അതായത് അവിടെ ലാമിനർ ഫ്ലോ എന്ന് പറയുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൃത്യമായിട്ടൊരു പ്ലേസ് ഉണ്ട് അല്ലെ. നമ്മളിപ്പോ ലാമിനേറ്റ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറയില്ലേ, എന്താ പറയാ, എന്തെങ്കിലും ഇതൊക്കെ. അതായത് നല്ല പ്രതലമായിരിക്കും അതിന്റെ ഇത് പറഞ്ഞ വായു പ്രവേശിച്ച് തിരിച്ച് പാസ് ഔട്ട് ചെയ്യാനായിട്ട് പ്രത്യേക ഒരു സജ്ജീകരണം ചെയ്തിട്ടുണ്ടാവും പൊതുവെ ഓപ്പറേഷൻ തിയേറ്ററിൽ. അതായത് ആ എയർ ഫ്ലോ ഫങ്ഷൻ അത് നന്നായിട്ട് വെന്റിലേഷൻ നല്ല പെർഫെക്റ്റ് ആയിരിക്കും. പക്ഷെ ചില ടൈമില് ചില പ്ലേസുകളിൽ ആ ഓപ്പറേഷൻ തിയേറ്ററിൽ ഈ പ്രശ്നം എന്ന് പറയുന്നത് എയർ വന്ന് തിരിച്ചു പോകാനുള്ള ആ ഒരു ഫെസിലിറ്റി എന്ന് പറയുന്നത് നല്ല കൃത്യമായിട്ടായിരിക്കില്ല ചെയ്തിരിക്കുന്നത്. അത് അതിന്റെ ആ ഒരു അഭാവം, ആ ലാമിനേഷൻ സൗകര്യം ചെയ്തിട്ടില്ല എങ്കിൽ അതെന്താണ് ഒരു ഡെഫിഷ്യൻസി ആയിട്ട് പറയുന്നത്. മനസ്സിലായോ? ലാമിനേറ്റ് എന്നുള്ള ആ ഒരു മീനിങ് മനസ്സിലായി. ക്യാബിനറ്റ് ഒക്കെ വളരെ മിനുസമുള്ള ഒരു പ്രതലം, ഓക്കെ, ഒരു മിനുസമുള്ള പ്രതലൊക്കെ ആയിരിക്കണം അത് യൂസ് ചെയ്യേണ്ടത്. പക്ഷെ അങ്ങനെയൊക്കെ ചിലപ്പോ ചെയ്തിരുന്നില്ല എന്ന് വരും, അതൊരു ഡെഫിഷ്യൻസിയാണ്. ഓക്കെ, അപ്പോ നമുക്ക് നെക്സ്റ്റ് കണ്ടിന്യൂ ചെയ്യാലോ. ഇനി എന്തെങ്കിലും ഒന്നുമില്ല എങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം അല്ലേ? ഓക്കെ അല്ലേ? വായിച്ച ചെറുതായി എന്ന് വെച്ചാൽ ഒരു നമുക്കറിയാവുന്ന കുറച്ച് പോയിന്റ്സുകളാണ്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ. എന്തൊക്കെ തരത്തിലുള്ള ഓപ്പറേഷൻ തിയേറ്ററുകളാണ് നമുക്ക്, അതായത് ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഇതുകളെ പറയണം. വ്യത്യസ്തമായ തരത്തിലുള്ള ഓപ്പറേഷൻ തിയേറ്ററിനെ കുറിച്ചിട്ട് വിവരിക്കുകയാണ്. അതായത് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ വ്യത്യസ്ത തരത്തിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യമാണ്. പക്ഷെ അതല്ല ഉദ്ദേശിക്കുന്നത്. ചിലത് ഓപ്പറേഷൻ തിയേറ്ററിന്റെ സ്ട്രക്ചറിനെ കുറിച്ച്, ചിലത് ഓപ്പറേഷൻ തിയേറ്ററിൽ ചില കാര്യങ്ങളൊക്കെ ആയിരിക്കും അവിടെ സജ്ജീകരിക്കുക എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. നോക്കാം. പ്രീ ഫാബ്രിക്കേറ്റഡ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ ഈസ് എ ഫിനിഷ്ഡ് സ്റ്റീൽ സ്ട്രക്ചർ with jointless sterile coating that provides a high quality finish. These operation theaters provide the benefit of a rapid construction. Fabricated modular operation theater is a finished steel structure. അതിന്റെ ആ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് എല്ലാം ഫിനിഷ് ചെയ്തിട്ടുള്ള സ്ട്രക്ചർ വിത്ത് ജോയിന്റ്ലെസ് സ്റ്റെറൈൽ കോട്ടിങ്. ഒരിക്കലും അത് അതിന്റെ കോട്ടിംഗ് എന്നൊക്കെ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു പ്രത്യേക രീതിയിൽ, അതായത് വായു ഒക്കെ പ്രവേശിച്ച് ഒപ്പം തന്നെ അതിൽ നിന്ന് വായു ഒക്കെ പുറന്തള്ളാനൊക്കെ നല്ല പ്രത്യേക രീതിയിലുള്ള സജ്ജീകരണത്തോട് കൂടിയിട്ടാണ് ക്വാളിറ്റി ഫിനിഷിംഗിലാണ് ചെയ്യുന്നത്. ദീസ് ഓപ്പറേഷൻ തിയേറ്റേഴ്സ് പ്രൊവൈഡ്സ് ദ ബെനിഫിറ്റ്. ഈ ഓപ്പറേഷൻ തിയേറ്ററിന്റെ പ്രത്യേകതകൾ എന്താണ്, ബെനിഫിറ്റ്സ് എന്നൊക്കെ പറയുന്നത് എന്താണ്? റാപ്പിഡ് കൺസ്ട്രക്ഷൻ. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? വീണ്ടും പെട്ടെന്ന് എന്തെങ്കിലും കൺസ്ട്രക്ഷൻസ്, വീണ്ടും എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതുണ്ടായെങ്കിലും അത് പെട്ടെന്ന് വരുത്താനായിട്ട്, എന്തെങ്കിലും പെട്ടെന്ന് അർജന്റലി അതിന് വേറൊരു മോഡിഫിക്കേഷൻ ഒക്കെ വരുത്തണമെന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ പ്രിവെൻഷൻ ഓഫ് കണ്ടാമിനേഷൻ ബിൽഡപ്പ്. അതായത് എന്തെങ്കിലും എന്താ പറയുക, നമുക്കറിയാം മലിനമായത് അല്ലെ, എന്തെങ്കിലും പ്രസരണമൊക്കെ ഏറ്റതൊക്കെ ആണെങ്കിൽ അതിനൊക്കെ തടയാനായിട്ട് ഇതിന് സാധിക്കും. ലോങ് ഡ്യൂറബിലിറ്റി. അതിനെന്താണ്? വളരെയധികം ഈടുത്തുന്ന തരത്തില് നമുക്ക് നിർമ്മിക്കാനായിട്ട് കുറച്ച് നാളത്തേക്ക് എന്താ പറയുക, ധാരാളം സ്റ്റീലിന്റെ ഇതുകളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഡ്യൂറബിലിറ്റി അത് കൂടുതൽ ഉള്ളതാണ്. സ്ട്രോങ് ആൻഡ് ഫ്ലെക്സിബിൾ ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ. ഫ്യൂച്ചർ ആയിട്ടുള്ള എക്സ്പാൻഷൻ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതുണ്ടെങ്കിൽ ആ എക്സ്പാൻഷനൊക്കെ വിധേയമാക്കാനായിട്ട് സാധിക്കും. ഈസ് ഓഫ് മെയിൻ്റനൻസ്. എന്തെങ്കിലും മെയിൻ്റനൻസ് വരുത്തേണ്ടതുണ്ടെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് ചേഞ്ച് ചെയ്യാം. ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഫ്യൂച്ചറിലേക്ക് ആവശ്യത്തിന് എന്തെങ്കിലും മാറ്റങ്ങൾ അല്ലെ കൂട്ടേണ്ടതുണ്ടെങ്കിൽ, ഫ്യൂച്ചർ എക്സ്പാൻഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും കൂട്ടിച്ചേർക്കേണ്ടതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ഈസ് ഓഫ് മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലം സംഭവിച്ചു അപ്പൊ അതിന്റെയൊക്കെ മെയിൻ്റനൻസ് നടത്താനായിട്ട് സാധിക്കും. ഇൻസ്റ്റാളേഷൻ ആൻഡ് സപ്പോർട്ട് ഓഫ് എക്യുപ്മെന്റ്. എന്തെങ്കിലും എക്യുപ്മെന്റ്സ് ഒക്കെ പുതിയതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ അത് ഇന്ന സ്ഥലത്തൊക്കെ പ്ലേസ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുന്ന തരത്തിലുള്ളതാണ് ഇത്. നെക്സ്റ്റ് വൺ പറയുന്നു പ്രൊവിഷൻ ഓഫ് ഓപ്പണിംഗ് നീഡഡ് ഫോർ ദ ഇൻസ്റ്റാളേഷൻ വിത്തൗട്ട് അഫക്റ്റിംഗ് ഹാർഡ്നെസ് ഓഫ് സ്ട്രക്ചർ. നമുക്ക് ഈ സ്ട്രക്ചറിന്റെ ആ ഒരു ഘടനയ്ക്ക് ഹാർഡ്നെസ് ഓഫ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആ ബേസിക്, അതിന് ബേസിലൊന്നും പ്രശ്നം സംഭവിക്കാതെ തന്നെ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ടെങ്കിൽ ചേർക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതാണ് എന്ത് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററിന്റെ പ്രത്യേകത. ഓക്കെ,
പ്രീ ഫാബ്രിക്കേറ്റഡ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫിനിഷ്ഡ് സ്റ്റീൽ സ്ട്രക്ചർ ആണ് വിത്ത് ജോയിന്റ് ലെസ് സ്റ്റെറൈഡ് കോട്ടിംഗ് ദാറ്റ് അതിനൊരു കോട്ടിംഗ് ഒക്കെ കൊടുത്ത് പ്രൊവൈഡ്സ് ഹൈ ക്വാളിറ്റി ഫിനിഷിംഗ് ആണ്. ദീസ് ഓപ്പറേഷൻ തിയേറ്റേഴ്സ് പ്രൊവൈഡ് ബെനിഫിറ്റ്, അതിന് കൂടുതൽ ബെനിഫിറ്റ്സ് ഉണ്ട്. എന്തൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത് റാപ്പിഡ് കൺസ്ട്രക്ഷൻ, പെട്ടെന്ന് തന്നെ കൺസ്ട്രക്ഷൻ തീരാനായിട്ട് സാധിക്കും. ഒപ്പം തന്നെ എന്താണ് പ്രിവെൻഷൻ ഓഫ് കണ്ടാമിനേഷൻ ബിൽഡപ്പ്, എന്തെങ്കിലുമൊക്കെ എന്താ പറയുക തടയാൻ വേണ്ടിയിട്ട് അല്ലെ, പ്രത്യേകിച്ച് എന്തെങ്കിലും എന്തെങ്കിലും പുറത്തൊക്കെയാണ് അണുക്കൾ പ്രസരിക്കണമെങ്കിലും അത് ഉള്ളിലേക്ക് പ്രവേശിക്കത്തക്ക വിധത്തിലല്ലാത്ത രീതിയിൽ പ്രിവെൻഷൻ തടയാനായിട്ട് സാധിക്കും. ദെൻ ലോങ് ഡ്യൂറബിലിറ്റി, ഒരുപാട് ഈട് നിൽക്കുന്നതാണ്. സ്ട്രോങ് ആൻഡ് ഫ്ലെക്സിബിൾ ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ, സ്ട്രോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും ബലമുള്ളതാണ്. ദെൻ ഫ്ലെക്സിബിൾ, എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനായിട്ട് ഫ്യൂച്ചറിൽ എന്തെങ്കിലും കൂടുതൽ കൂട്ടിച്ചേർക്കേണ്ടതൊക്കെ ഉണ്ടായെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഈസ് ഓഫ് മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മെയിൻ്റെനൻസ് നടത്തണമെങ്കിൽ അത് നടത്താനായിട്ടും എളുപ്പം സാധിക്കും. ദെൻ ഇൻസ്റ്റാളേഷൻ ആൻഡ് സപ്പോർട്ട് ഓഫ് എക്യുപ്മെന്റ്, എന്തെങ്കിലും എക്യുപ്മെന്റ്സ് ഒക്കെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് എങ്കിൽ അത് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. Then a provision of opening needed for the installation without affecting hardness of a structure. അതിന്റെ ആ ബേസിക്കിന് പ്രോബ്ലംസ് ഒന്നും വരുത്താത്ത വിധത്തിൽ എന്തെങ്കിലും പുതിയ സംഭവങ്ങളെല്ലാം ഇൻസ്റ്റാൾ ചെയ്യണത്. നമുക്കറിയാം ഇന്നത്തെ ഇന്നോവേഷൻ ആയിട്ടുള്ള കാലഘട്ടമാണ്. അപ്പോൾ പുതുമ നമുക്ക് ഹോസ്പിറ്റലാണെങ്കിലും പുതിയ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും എക്യുപ്മെന്റ്സ് ഒക്കെ അവിടെ നിക്ഷേപിക്കാൻ ആ തിയേറ്ററിലൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിക്ഷേപിക്കേണ്ടതുണ്ടെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ ആയിട്ടുള്ള പ്രൊവിഷൻ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് ടൈപ്പ് നിങ്ങൾക്ക് കിട്ടിയോ? മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ കിട്ടിയോ? ആരും ഒന്നും പറയുന്നില്ല. കഥ കേട്ടിരിക്കുകയായിരുന്നോ? നിങ്ങൾക്ക് എങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതില്? ഇല്ല, ഇവിടെ ആരും ഒരു റെസ്പോണ്ടും കിട്ടുന്നില്ല. നിങ്ങള് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ കമ്മ്യൂണിറ്റ് ചെയ്തിട്ടില്ല. എങ്ങനെ ക്ലിയർ ആയോ ഈ ഭാഗം? ഞാൻ പ്രാവശ്യം പറഞ്ഞല്ലോ അല്ലേ? ഓക്കെ, ഞാൻ പറയാം. നെക്സ്റ്റ് ഇതിലേക്ക് വരട്ടെ കേട്ടോ. മനസ്സിലായില്ല എന്ന് പറയുന്നു. ഏത് ഭാഗമാണോ മനസ്സിലാവാത്തത്? മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ ആണോ? മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഭാഗമാണോ മനസ്സിലായത്? ഓക്കെ, അത് ഒന്നുകൂടി പറയാം. കുറെ പേർക്ക് മനസ്സിലായി എന്ന് പറയുന്നു, കുറച്ച് പേർക്ക് മനസ്സിലായതെന്ന് പറയുന്നു. നോക്കാം. പ്രീ ഫാബ്രിക്കേറ്റഡ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് ഒരു ഫിനിഷ്ഡ് സ്റ്റീൽ സ്ട്രക്ചർ ബോഡിയോട് കൂടിയിട്ടുള്ള ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആണ്. അതിന്റെ ജോയിന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റെറിലൈൻ കോട്ടിങ്, ഒരു കോട്ടിങ് അല്ലെ നമുക്ക് സ്റ്റീലൊക്കെ നമ്മൾ യൂസ് ചെയ്യും എന്നാണ്. അതിന്റെ മുകളിൽ ഒരു കോട്ടിങ് ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അതിന് കൂടുതൽ ഈട് നിൽക്കാൻ വേണ്ടിയിട്ടും അത് എന്താ പറയുക, അതിന്റെ ആ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹൈ ക്വാളിറ്റി ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ടാണ് അത് നമ്മൾ ചെയ്യുന്നത്. ദീസ് ഓപ്പറേഷൻ തിയേറ്റേഴ്സ് പ്രൊവൈഡ് ദ ബെനിഫിറ്റ്. എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഇതിൽ കൂടുതൽ നമ്മൾ ഇങ്ങനെ ഒരു തിയേറ്റർ രൂപകൽപ്പന ചെയ്താൽ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ റാപ്പിഡ് കൺസ്ട്രക്ഷൻ, പെട്ടെന്ന് തന്നെ അത് നിർമ്മിക്കാനായിട്ട് സാധിക്കും. പിന്നെ പ്രിവെൻഷൻ ഓഫ് കണ്ടാമിനേഷൻ ബിൽഡപ്പ്, അതായത് അവയ്ക്ക് എന്തെങ്കിലും പ്രതിരോധ ശേഷി അല്ലാതെ ഇപ്പൊ പെട്ടെന്ന് ഒരു പുറത്ത് എന്തെങ്കിലും നമ്മള് എന്താ പറയണ നമുക്ക് എന്താ പറയണ അണുപ്രസരണങ്ങളൊക്കെ എവിടെയാണെങ്കിലും ഉണ്ടോ, ഹോസ്പിറ്റൽ ആയതുകൊണ്ട് പെട്ടെന്ന് അത് ആ ഭാഗത്തൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ വായു മലിനീകരണം എന്തെങ്കിലുമൊക്കെ അറ്റ്മോസ്ഫിയറിൽ വന്നു കഴിഞ്ഞാൽ തന്നെയും അത് ഈ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അടക്കാത്ത തക്ക വിധത്തിലുള്ള ഒരു പ്രിവെൻഷൻ, ഒരു തടയല് നടത്താനായിട്ട് എന്താണ് ഈ മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററിന് സാധിക്കും. ലോങ് ഡ്യൂറബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാളെ നീണ്ടു നിൽക്കുന്നതാണ്. മറ്റു ഓപ്പറേഷൻ തിയേറ്ററിനെ പോലെയല്ല, ഇത് ഒരുപാട് നീണ്ടു നിൽക്കാനായിട്ട്, കാരണം അവ സ്റ്റീൽ കൊണ്ടാണല്ലോ. അപ്പൊ ലോങ് ഡ്യൂറബിലിറ്റി ഉണ്ട്. ദെൻ സ്ട്രോങ് ആൻഡ് ഫ്ലെക്സിബിൾ ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ, എന്തെങ്കിലും ഫ്യൂച്ചറിൽ എക്സ്പാൻഷൻ നടത്തണമെങ്കിലും എന്തെങ്കിലും കൂട്ടിച്ചേർക്കണമെങ്കിലൊക്കെ ഇത് എളുപ്പത്തിൽ ഫ്ലെക്സിബിൾ ആണ്, ചേഞ്ചസ് വരുത്താനായിട്ട് സാധിക്കുന്നതാണ്. ഈസ് ഓഫ് മെയിൻ്റെനൻസ്, ഇൻ കേസ് ഇപ്പോഴുള്ള ഈ ഒരു നമ്മുടെ മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററിൽ എന്തെങ്കിലും മെയിൻ്റെനൻസ്, എന്തെങ്കിലും അറ്റകുറ്റപ്പണികളൊക്കെ നടത്തേണ്ടതുണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. ദെൻ ഇൻസ്റ്റാളേഷൻ ആൻഡ് സപ്പോർട്ട് ഓഫ് എക്യുപ്മെന്റ്, എന്തെങ്കിലും ഇൻസ്റ്റാളേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും എക്യുപ്മെന്റ്സ്, ഇപ്പൊ തിയേറ്ററിന് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും എക്യുപ്മെന്റ്സ് ഒക്കെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. എന്തെങ്കിലും നമുക്കറിയാം കുറെ മെഷീൻസ് ഒക്കെയാണ് ഉപയോഗിച്ചാണ് ഇപ്പൊ
ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ഇൻസ്റ്റാളേഷൻ, എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും അവിടെ സ്ഥാപിക്കേണ്ടതുണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ട് എളുപ്പം സാധിക്കും. Then provision of opening needed for the installation without affecting hardness of the structure. ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എന്താണ് ഇതിന്റെ സ്ട്രക്ചറിന്, ബേസിക്കലായിട്ടുള്ള ഈ സ്ട്രക്ചറിന് യാതൊരു പ്രോബ്ലം അതിന് ഒന്നും സംഭവിക്കില്ല, അതിന്റെ എഫക്ട് ഒന്നും ചെയ്യില്ല. വിത്തൗട്ട് എഫക്ടിങ് ഹാർഡ്നെസ് ഓഫ് സ്ട്രക്ചർ, അങ്ങനെ ഒന്നും സംഭവിക്കാതെ തന്നെ ഇത്തരം ഇൻസ്റ്റാളേഷൻ നടത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ക്ലിയർ ആയോ? ഹലോ, ആണോ ചോദിച്ചത്? ക്ലിയർ ആയോ? മറുപടി ഇല്ലല്ലോ. എനിവേ നിങ്ങൾക്ക് എങ്ങനെ, ബാക്കിയുള്ളവർക്ക് എങ്ങനെ മനസ്സിലായോ? യെസ്, കുറെ പേര്. അപ്പോ ഓക്കെ 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 ശരി. അപ്പൊ അതിലെ ആരോ വീണ്ടും എന്താണ് TSSUവിന്റെ ഫുൾ ഫോം ചോദിച്ചായിരുന്നു. എന്താണ് തിയേറ്റർ സ്റ്റെറൈൽ സർജിക്കൽ യൂണിറ്റ്. അപ്പോ അത് നോട്ട് ചെയ്ത് വെക്കാം. തിയേറ്റർ സ്റ്റെറൈൽ സർജിക്കൽ യൂണിറ്റ് ആണ് അതിന്റെ ഫുൾ ഫോം. തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്താണ് ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ. നമുക്ക് ഈ 3 ഇത് കൊണ്ട് നോക്കാലോ അല്ലെ, വലിയ പ്രശ്നമില്ലാത്തതാണ് ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്ററും ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്ററും. തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്താണ് അതിൽ പറയുന്നത്? ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ വേറൊരു ടൈപ്പ് ഓഫ് ഇന്റഗ്രേഷൻ ഓപ്പറേഷൻ തിയേറ്റർ ആണ്. മനസ്സിലായി എന്ന് പറയുന്നു. ഓക്കെ, പിന്നെ അതിലെന്താ പറയുന്നത്? Functionally linking the operation theater environment. This consists of a patient's information, audio, video, surgical light, room lights, AC ആയിട്ട് മെഡിക്കൽ എക്യുപ്മെന്റ്സ്. ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ, അത് ഇന്റഗ്രേറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനോട് ചേർന്ന ഒരു ഓപ്പറേഷൻ തിയേറ്ററിനോട് ചേർന്ന ഒരു യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അത് ലിങ്കിങ് വിത്ത് ഓപ്പറേഷൻ എൻവയോൺമെന്റ്. ഓപ്പറേഷൻ തിയേറ്ററിന്റെ എൻവയോൺമെന്റിനോട് കൂടിച്ചേരുന്ന ഒരു സംഭവമാണ് എന്ത് ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. അതിലെന്താ പറയുന്നത്? ദിസ് കൺസിസ്റ്റ് ഓഫ് പേഷ്യൻസ് ഇൻഫോർമേഷൻ. ഇതിലെന്താ പറയുന്നത്? പേഷ്യന്റിന്റെ ഇൻഫോർമേഷൻസ്, ഓഡിയോസ്, വീഡിയോ, സർജിക്കൽ ലൈറ്റ്സ്, റൂം ലൈറ്റ്സ്, AC ആൻഡ് മെഡിക്കൽ എക്യുപ്മെന്റ്സ്. അതായത് ഓപ്പറേഷൻ തിയേറ്ററിന് കൂടിച്ചേർന്നത് തന്നെ ഒരു ഭാഗമാണ് ഇത്. പക്ഷെ ഇവിടെ എന്താണ് മെയിൻ ആയിട്ട് ഈ ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്ററിൽ മെയിൻ ആയിട്ട് എന്താ ഉൾക്കൊള്ളുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യന്റുകളുടെ, അവിടെയുള്ള ഓപ്പറേഷൻ തിയേറ്ററിലുള്ള വ്യക്തികളുടെ ഇൻഫോർമേഷൻസ്, അല്ലെങ്കിൽ അവരെന്തെങ്കിലും കാര്യങ്ങൾ, വീഡിയോസ്, ചിലപ്പോൾ ആണെങ്കിൽ നേരത്തെ ക്ലിപ്പിംഗ്സ് അല്ലെ, നേരത്തെ ചിലപ്പോൾ ഡോക്ടേഴ്സിന് അനലൈസ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ഓഡിയോസോ വീഡിയോസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അതൊക്കെ അതിനകത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. ദെൻ സർജിക്കൽ ലൈറ്റ്സ്, സർജിക്കൽ ആയിട്ടുള്ള ലൈറ്റുകൾ, എക്യുപ്മെന്റ്സുകളൊക്കെ അവിടെ ഉണ്ടാവും. ദെൻ റൂം ലൈറ്റ്സ്, AC ആൻഡ് മെഡിക്കൽ എക്യുപ്മെന്റ്സ്, ഇത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം എന്താണ് ഈ ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതാണ് ഒരു ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ, അതായത് ഓപ്പറേഷൻ തിയേറ്ററിനോട് ചേർന്ന് നിൽക്കുന്ന ആ ലിങ്ക് ഓപ്പറേഷൻ തിയേറ്റർ എൻവയോൺമെന്റ്, അതിനോട് ചേർന്നുള്ള ആ അറ്റ്മോസ്ഫിയറിനോട് ചേർന്ന് തന്നെ നിൽക്കുന്നതാണെന്ന് പറയുന്നു. അതായത് അവിടെ തന്നെ ഉള്ളിലേക്ക്, ആ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉള്ളിലല്ല എങ്കിൽ കൂടി അതിനോട് നിയറസ്റ്റ് ആയിട്ട് സജ്ജീകരിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. നമുക്കറിയാം ചില സ്ഥലത്തില് അവിടുമായിട്ട് ലിങ്ക് ഉണ്ടാവും, ആ ലിങ്ക് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ. ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്താ നോക്കാം. എ സർജിക്കൽ തിയേറ്റർ that is equipped with the modern medical imaging devices like CAMs, CT scanners, MRI scanners. These are also slightly invasive surgery, less incisions. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് 2-3 ഓപ്പറേഷൻ തിയേറ്റർ സർജറീസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ആ സർജറീസൊക്കെ ആവശ്യമായിട്ടുള്ള, അതായത് അത് ലാസ്റ്റ് പോയിന്റ് ആണ്. മുകളിലേക്ക് നോക്കാം. സർജിക്കൽ തിയേറ്റർ ദാറ്റ് ഈസ് എക്യുപ്ഡ് വിത്ത് മോഡേൺ മെഡിക്കൽ ഇമേജ്. ഞാൻ പെട്ടെന്ന് മോഡേൺ മെഡിക്കലിലേക്ക് കിടന്നതാണ്. മോഡേൺ മെഡിക്കൽ ഇമേജിന്റെ പ്രത്യേകത എന്താ? ഒരുപാട് ഡിവൈസുകളുണ്ട് അല്ലെ, ഒരുപാട് ഉപകരണങ്ങളുണ്ട്. എന്താ പറയാ, ലൈക്ക് സിയാംസ്, CT സ്കാനർ, MRI സ്കാനിങ്, ഇതുപോലത്തെയുള്ള സ്കാനിങ് ടെക്നോളജിയൊക്കെ വികസിച്ചത് കൊണ്ട് അത്തരത്തിലുള്ള സ്കാനുകൾ, സംഭവങ്ങളെല്ലാം ഉണ്ട്. ഇതെല്ലാം എവിടെ സജ്ജീകരിക്കുന്നത്? ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്ററിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ദിസ് അലൗസ് സ്ലൈറ്റ്ലി ഇൻവസീവ് സർജറി. അതിന്റെ പ്രത്യേകത എന്താ? ചെറുതായിട്ടുള്ള മുറിവോട് കൂടി അല്ലെ, നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. ചെറിയ മുറിവോട് കൂടിയിട്ട് എന്താ ഓപ്പൺ സർജറിക്ക് പകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള എന്താ ഡിവൈസുകൾ ആവശ്യമാണ്. അപ്പൊ അതെല്ലാം എന്താണ് എവിടെ സൂക്ഷിച്ചിരിക്കുന്നത്? ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടായിരിക്കുന്നതാണ്. സർജിക്കൽ തിയേറ്റർ ദാറ്റ്, അതൊരു സർജിക്കൽ ആയിട്ടുള്ള തിയേറ്റർ തന്നെയാണ്. അവിടെ എന്തൊക്കെയാണ്, എത്തരത്തിലുള്ള ഡിവൈസുകളാണുള്ളത്? സിയാംസ്, CT സ്കാനർ, MRI സ്കാനർ. അതേമാതിരി അത് എന്താണ് നമുക്ക് തരുന്നത്? സ്ലൈറ്റ്ലി ഇൻവസീവ് സർജറി, ലെസ് ഇൻസിഷൻ. ചെറിയ
അതായത് ചെറിയ മുറിവുകളിലൂടെ തന്നെ നമുക്ക് സർജറി നടത്താൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ സജ്ജീകരിച്ചിരുന്നത്. ക്ലിയർ ആയോ? ഇനിയുണ്ട് നിങ്ങളുടെ മൂന്നെണ്ണാണ് നമ്മളിപ്പോ പറഞ്ഞത്. മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ, ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ, ദെൻ ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ. അത് 3 ടൈപ്പുകളാണ്. ഇതിലെന്ന് പറയുന്നത് ഇതിനോട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നു. ഹൈബ്രിഡ് എന്ന് പറയുന്നത് മോഡേൺ ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകളാണ് കൂടുതലും അവിടെ ഉള്ളത്. അതായത് MRI സ്കാൻ, CT സ്കാൻ, സിയാംസ് എന്ന് പറയുന്നത്, അതായത് സിസേറിയന് ആവശ്യമായിട്ടുള്ള കുറെ എക്യുപ്മെന്റ്സുകൾ ഉണ്ടല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത്. CT സ്കാന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോ ചെറിയ മുറിവുകളിൽ കൂടെയാണ് കീഹോൾ സർജറി പോലത്തുള്ള സർജറീസ് ഒക്കെ ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള എക്യുപ്മെന്റ്സുകൾ കൂടിയും ആവശ്യമാണ് അല്ലെ. അതൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സും സൂക്ഷിക്കേണ്ടതാണ്. അപ്പൊ അതെല്ലാം എവിടെയാണ്? ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്ററിലാണ് സജ്ജീകരിച്ചു വെച്ചിരിക്കുന്നത്. അതെല്ലാം കൂടിയതാണ് ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. എന്താണ് പ്രിവെന്റീവ് മെഷർ അഗെയിൻസ്റ്റ് ഹസാർഡ്സ് ഇൻ ഓപ്പറേഷൻ തിയേറ്റർ? അതിൽ എന്തെങ്കിലുമൊക്കെ പ്രിവെന്റീവ് ആയിട്ട് എന്ന് വെച്ചാൽ മുൻകരുതലുകൾ നമുക്ക് എന്തെങ്കിലും അല്ലെ നേരത്തെ കൂട്ടി തയ്യാറാവേണ്ടതുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിൽ നമുക്കറിയാം, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്നത് എപ്പോഴും അതിനെ പ്രിസ്ക്രൈബ് ആയിട്ടുള്ള PPE കിറ്റ് ധരിച്ചിട്ടാണ് ഡോക്ടേഴ്സ് നഴ്സുമാരൊക്കെ പോകുന്നതെന്നൊക്കെ നമുക്ക് നേരത്തെ വില്ലേജ് വിസിറ്റൊക്കെ പറഞ്ഞതാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. പ്രിവെന്റീവ് മെഷേഴ്സ് അഗെയിൻസ്റ്റ് ഹസാർഡ്സ് ഇൻ ഓപ്പറേഷൻ തിയേറ്റർ. അത് കാരണം അപകടം പിടിച്ച ഒരു മേഖലയാണ് എന്നുള്ളത് നമുക്കറിയാലോ. ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞാൽ അപകടം പിടിച്ച ഒരു മേഖല എന്നല്ല ഉദ്ദേശിക്കുന്നത്. അതായത് അവിടെ കൂടുതൽ അണുക്കളെല്ലാം ശരീരത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധ്യതയുള്ളത് കൊണ്ട് കുറെ പ്രിക്കോഷൻസ് ഒക്കെ ഡോക്ടേഴ്സും നഴ്സുമാർ അവിടെ വർക്ക് ചെയ്യുന്നവരെല്ലാവരും കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്തിരിക്കും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നു, പുട്ട് ഓൺ ഷൂസ് പ്രിപ്പയർഡ് ഫോർ നഴ്സസ് വിത്ത് നോൺ സ്ലിപ്പ് സോൾസ്. അതായത് അവരെന്തായാലും എന്തെങ്കിലും ധരിച്ചിരിക്കണം, പുട്ട് ഷൂസ് ധരിച്ചിരിക്കണം വിത്ത് നോൺ സ്ലിപ്പ് സോൾസ്. ഒരിക്കലും തെന്നി പോകുന്ന വിധത്തിലുള്ളതൊന്നും ആയിരിക്കാൻ പാടില്ല. പാദരക്ഷകൾ അവര് യൂസ് ചെയ്തിരിക്കണം. ദെൻ ഹാൻഡിൽ ഷാർപ്പ് ഒബ്ജക്റ്റ് വിത്ത് അറ്റ്മോസ്റ്റ് കെയർ, പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ ഓൾസോ. നമ്മള് ഷാർപ്പായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ ഓപ്പറേഷൻ തിയേറ്ററിൽ എപ്പോഴും യൂസ് ചെയ്യുന്നത് മിക്കവാറും ഡിവൈസുകളൊക്കെ ഷാർപ്പ് അതുകൊണ്ട് തന്നെ മുറിവുകളൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ എപ്പോഴും കെയർഫുൾ ആയിരിക്കണം. പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ, ഇത്തരത്തിലുള്ള ഈ ഡിവൈസുകളൊക്കെ യൂസ് ചെയ്തിട്ട്, അതിപ്പോ രോഗിയാണെങ്കിലും നമ്മൾ യൂസ് ചെയ്തിട്ട് ആ കാര്യങ്ങളെല്ലാം ആ പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അത് ഡിസ്പോസ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ വില്ലേജ് വേസ്റ്റിൽ പറഞ്ഞു, കൃത്യമായിട്ട് ലേബൽ ചെയ്തിരിക്കുന്ന ഡിസ്പോസൽ ലേബൽ ചെയ്തിരിക്കുന്ന അതേ വേസ്റ്റ് ബിന്നിൽ തന്നെ നിക്ഷേപിക്കാനായിട്ട് പാടുള്ളൂ. Then install ground fault circuit in reputers, call a skilled electrician to test and repair damaged equipments. നമുക്കറിയാം ഇത് നടത്തുമ്പോൾ എപ്പോഴും നമ്മളുടെ ഇലക്ട്രോണിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും ആവശ്യമാണ്. അപ്പൊ ഷോർട്ട് സർക്യൂട്ട് ഒക്കെ വരിക, അപ്പൊ ചിലപ്പോൾ വോൾട്ടേജ് ഒക്കെ കംപ്ലൈൻസ് ഒക്കെ വരിക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാൽ തന്നെ സ്കിൽഡ് ഇലക്ട്രീഷ്യനെ വിളിച്ച് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അർജന്റലി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. റിപ്പയർ ഡാമേജ്ഡ് എക്യുപ്മെന്റ്സ് ഒക്കെ റിപ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. Then put on a radiation thermistor, then badge or other, then exposed to radiation, follow all safety instructions to listen exposure to a minimum. അതായത് നമുക്ക് റേഡിയേഷൻ ഒക്കെ കൊടുക്കേണ്ട അല്ലെ, നമുക്കറിയാം ക്യാൻസർ പേഷ്യൻസിനൊക്കെ അത് വരുമ്പോൾ അതെല്ലാം ഒരു കെമിക്കൽ കൂടിയതാണ്. അപ്പൊ അതുമായി വേസ്റ്റുകളുമായി ബന്ധപ്പെട്ട പാഠത്തിൽ നമ്മൾ പഠിച്ചു. കുറച്ച് കൂടുതൽ കെയർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ബാഡ്ജുകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും, എന്തെങ്കിലും കൃത്യമായ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതെല്ലാം ആ ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൃത്യമായി തന്നെ ലിസൺ ചെയ്ത് കൈകാര്യം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളത്. Then install air conditioning with the effective general ventilation in the operating room to lessen heat stress and remove odors, gases and vapors. നമുക്കറിയാം ഓപ്പറേഷൻ തിയേറ്റർ എപ്പോഴും എയർ കണ്ടീഷൻ ആയിരിക്കും അല്ലെ. അപ്പൊ ഈ എയർ കണ്ടീഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനൊപ്പം തന്നെ ഉള്ള എയർ സർക്കുലേഷൻ എല്ലാം കൃത്യമായിട്ട് ചെയ്തില്ല എങ്കിൽ എന്താ സംഭവിക്കാം? അതൊരു ഗ്യാസ് സ്പ്രെഡ് ചെയ്യും, അല്ലെങ്കിൽ ആവി വരും, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വരും. അപ്പൊ
അത് കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് തന്നെ ശ്രദ്ധിച്ചിരിക്കണം. The nurses sensitive to natural rubber latex must use non-latex or a powder, free latex gloves and avoid contact with the other latex protectors. അതായത് അങ്ങനത്തെ പ്രൊഡക്റ്റ് നമ്മൾ സാധാരണ നമുക്കറിയാം എല്ലാ നഴ്സുമാർക്കും ചിലപ്പോൾ എല്ലാവർക്കും ഒരേപോലത്തെ സ്കിൻ ആയിരിക്കണമെന്നില്ല. അപ്പൊ ആ സ്കിൻ അനുസരിച്ച് അവർക്ക് ചിലപ്പോൾ എന്താ പറയുക ഗ്ലൗസുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും അലർജി ഡിസീസസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രോബ്ലം ഉള്ളവര് അല്ലെങ്കിൽ അതിന്റെ പൗഡർ ചിലപ്പോൾ മിക്കവാറും ഗ്ലൗസുകളിലൊക്കെ അതിൻ്റെതായ ഒരു പൗഡർ ഉണ്ടാവും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായെങ്കിൽ അവര് അതുമായി ബന്ധപ്പെട്ടതല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിലുള്ള എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യണം. അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള സംഭവങ്ങൾ, അതായത് എപ്പോഴും പ്രിവെന്റ് ചെയ്തിരിക്കുക. വേർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിവെൻഷൻ എടുത്തിരിക്കണം. എന്താണ് രോഗങ്ങള് പകരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിവെൻഷൻ എപ്പോഴും എടുത്തിരിക്കണം. Then flow established and appropriate infection control precautions assuming blood body fluids. നമുക്കറിയാം എങ്ങനെയൊക്കെയാണ് വില്ലേജ് പറഞ്ഞിരുന്നു. എന്താണ് ബ്ലഡ് ഫ്ലൂയിഡ് അല്ലെ ബോഡി ഫ്ലൂയിഡ്സ് എന്നൊക്കെയാണ് കൂടുതൽ ഇൻഫെക്ഷൻസ് ഒക്കെ കടന്നു വരുന്നത്. അപ്പൊ ഇതെല്ലാം കറക്റ്റ് ആയിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രിക്കോഷൻസ്, എന്തെങ്കിലും പ്രിക്കോഷൻസ് ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് എടുക്കേണ്ടതുണ്ട് അല്ലെ. BP കിറ്റ് ഒക്കെ തിരിച്ചിട്ട് വേണം ഇത്തരം കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാനും നിക്ഷേപിക്കാനും എല്ലാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതെല്ലാത്തിനുള്ള ആ പ്രിക്കോഷൻസ് എപ്പോഴും നമ്മൾ കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്തിരിക്കണം. അതാണ് പറയുന്നത് ഫ്ലോ എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രിക്കോഷൻസ് അസ്യൂമിങ് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ്സ്. ബ്ലഡുമായിട്ടും ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായ പ്രിക്കോഷൻസ് ഇവര് എടുത്തിരിക്കണം. Then wash hands and other exposed skin surface after coming into contact with the blood or body fluids. നമ്മളെപ്പോഴും അറിയാം എന്തൊക്കെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവരെന്ത് ചെയ്യും, എപ്പോഴും ഹാൻഡ് വാഷ് ചെയ്യല്ലേ. അപ്പൊ അത് തന്നെയാണ് അത് പറയുന്നത്. വാഷ് ഹാൻഡ്സ് ആൻഡ് അതർ എക്സ്പോസ്ഡ് സ്കിൻ സർഫേസ്, എന്തെങ്കിലും ഇതുകളെ ഭാഗത്ത് പറ്റിയിട്ടുണ്ട് എങ്കിൽ തന്നെ ആഫ്റ്റർ കമ്മിങ് ഇൻ ടു കോണ്ടാക്ട് വിത്ത് ബ്ലഡ്, ഈ ബ്ലഡും അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സുമായിട്ട് കോണ്ടാക്ട് ചെയ്തിരിക്കുന്നവര് അതിനുശേഷം ഹാൻഡ്സോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏത് ഭാഗമാണോ അവിടെ എല്ലാം എന്തായാലും വാഷ് ചെയ്തിരിക്കണം. Then provide lifting aids for the lifting and shift of a heavy patients. Consult an occupational safety specialist on the safe handling of a heavy patients. നമുക്കറിയാം ഇത്തിരി കൂടി കെയർഫുൾ ആയിട്ട് കൊടുക്കേണ്ട പേഷ്യൻസ് ഉണ്ട് അല്ലെ. ഇത്തിരി കൂടി ഹെവി പ്രൊട്ടക്ഷനും ഹെവി ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമ്മൾ കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒക്യുപേഷൻ സേഫ്റ്റി സ്പെഷ്യലിസ്റ്റിന്റെ അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഹാൻഡിൽ ചെയ്തിട്ട് ഇവരുമായിട്ട് എയ്ഡ്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതുമായിട്ട് ഹെവി പ്രൊട്ടക്ഷനോട് കൂടിയിട്ടുള്ള കാര്യങ്ങൾ അനുസരിച്ച് കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് അതിനനുസരിച്ചുള്ള നടപടികളെല്ലാം എടുത്തിരിക്കണം. സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിരിക്കണം. ദെൻ ചെക്കിംഗ് ഫോർ അനസ്തെറ്റിക് ആൻഡ് ഓക്സിജൻ ഗ്യാസ് ലീക്കേജ്. നമ്മൾക്കറിയാം ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിലും ഗ്യാസിന്റെ ആണെങ്കിലും ഓക്സിജൻ ഗ്യാസിന്റെ ആണെങ്കിലും അനസ്തെറ്റിക്കിന്റെ ഒക്കെ ആണെങ്കിലും ലീക്കേജുകൾ സംഭവിക്കുന്നുണ്ടോ എന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്യണം. കൺട്രോൾ ഓഫ് ഫയർ ഡേഞ്ചർ, എന്തെങ്കിലും ഫയർ അല്ലെ തീപിടുത്തം എന്തെങ്കിലുമൊക്കെ വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം കൺട്രോൾ ചെയ്യണം. ഇതെല്ലാം എന്താണ് പ്രിവെന്റീവ് മെഷേഴ്സ് ആണ്. ഇത് ഹസാർഡ്സ് ഇൻ ഓപ്പറേഷൻ തിയേറ്ററിൽ, അപകടങ്ങൾ അല്ലെ ഓപ്പറേഷൻ തിയേറ്ററിൽ വരാവുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ അതിനു വേണ്ടി എന്താ പറയുക വരാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ അല്ലെ? വായിച്ചു പോകുമ്പോൾ ഇത്തിരി സ്പീഡ് കൂടുന്നുണ്ടോ? പക്ഷെ മനസ്സിലാവുന്ന ഒരു ലാംഗ്വേജ് തന്നെയല്ലേ? വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയണോ? വേണമെങ്കിൽ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് പറയാം. പറയൂ, എന്തെങ്കിലും റിപ്ലൈ പറയൂ. നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ഭാഗം മനസ്സിലായി പോയോ? സ്പീഡ് കൂടി പോയോ എന്നറിയാനാണ്. വായിച്ചു പോകുമ്പോ തന്നെ മനസ്സിലായ ഭാഗങ്ങളാണെങ്കിൽ മനസ്സിലായെന്ന് പറയുന്നുണ്ട്. കേസ് ആർക്കെങ്കിലും ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് പറയണമെന്നുണ്ടോ? റിപ്പീറ്റ് ചെയ്യാം. മനസ്സിലായെന്നും പറയുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്യുന്ന കൂടി പറയാം. ഓക്കെ, ഞാൻ വീണ്ടും ഒന്നും കൂടി ഒരു ആവർത്തി കൂടി പറയാം. ഓക്കെ, നമ്മൾ ശ്രദ്ധിച്ചോളൂ. പ്രിവെന്റീവ് മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി അല്ലെ? ഹസാർഡ്സിന്, അതായത് അപകടം പിടിച്ച മേഖലകളാണ് നമ്മൾ തിയേറ്ററിൽ, അതായത് എന്തെങ്കിലും രോഗം വരാൻ ചാൻസ് ഉണ്ട്. മറ്റു രോഗികളെ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ മിക്കവാറും കൊണ്ടുപോകുന്നത് ഞാൻ നേരത്തെ ഓപ്പറേഷൻ ക്ലാസ് എടുത്തപ്പോൾ തന്നെ മനസ്സിലായി പറഞ്ഞിരുന്നു. അതായത് മിക്കവാറും എന്തെങ്കിലും അസുഖം ബാധിച്ച മേഖലകളെല്ലാം കട്ട് ചെയ്ത് തുന്നി ചേർത്ത് അവരെ ആ രോഗത്തിന് വിമുക്തമാക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വരിക. അപ്പൊ
അങ്ങനെ വരുമ്പോൾ ഈ വ്യക്തികൾക്ക് എന്തായാലും എന്താണ് അതിൽ അണുക്കൾ ഉണ്ടാവും അല്ലേ? അപ്പൊ ബ്ലഡിലാണെങ്കിലും ഫ്ലൂയിഡ്സിലാണെങ്കിലും എന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതൊക്കെ ഉണ്ടാകുന്ന നേരത്തെ കൂട്ടി കണ്ടുകൊണ്ട് വേണം തന്നെ നഴ്സുമാരും ഡോക്ടേഴ്സ് ഒക്കെ ഇവരെ സമീപിക്കാനായിട്ട്. അപ്പൊ ഇവര് ഹാൻഡിൽ ചെയ്യേണ്ട എക്യുപ്മെന്റ്സ് ആണെങ്കിലും ഇവര് മിക്കവാറും ഹാൻഡ്സ് അല്ലെ എല്ലാവരുടെയും ഹാൻഡ് ഉപയോഗിച്ച് അവര് ഫേസ് ടു ഫേസ് ചെയ്തിട്ടാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അവരതിന് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് എടുത്തിട്ട് വേണം ഇതെല്ലാം ഹാൻഡിൽ ചെയ്യാനുള്ള കാര്യമാണ് ഇതിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് വൺ പറയുന്നു, put on shoes prepared for nurses with non-slip. ഒരിക്കലും തെന്നി പോകാത്ത തരത്തിലുള്ള, അതായത് കെയർഫുൾ ആയിട്ടുള്ള, അവിടെ മാത്രം യൂസ് ചെയ്യുന്ന സ്ലിപ്പ്. നമുക്കറിയാം ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താ പറയാ നഴ്സുമാരെയും ഡോക്ടേഴ്സിന്റെ ഒക്കെ കാലുമ്പോൾ ചപ്പൽ ഉണ്ടാവും അല്ലെ? അത് പക്ഷെ അവിടെ മാത്രം യൂസ് ചെയ്യുന്നതായിരിക്കും. അവർ പുറത്തൊക്കെ യൂസ് ചെയ്ത ചപ്പലൊന്നും അവിടെ യൂസ് ചെയ്യില്ല. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞു ആ പ്ലേസ് എല്ലാം വെൽ ക്ലീൻഡ് ആയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ അതല്ലാത്ത തരത്തിലുള്ള ഷൂസ് ഉണ്ടായിരിക്കും. തന്നെ ഹാൻഡിൽ ഷാർപ്പ് ഒബ്ജക്റ്റീവ്സ് വിത്ത് അറ്റ്മോസ്റ്റ് കെയർ, പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ ഓൾസോ. നമ്മള് മറ്റു ക്ലാസ്സിൽ പറഞ്ഞ മാതിരി തന്നെ എപ്പോഴും എന്താണ് എക്യുപ്മെന്റ്സുകൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഷാർപ്പായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മുറിവുണ്ടാവാൻ പറ്റുന്ന തരത്തിലുള്ള കൂട്ട എക്യുപ്മെന്റ്സുകളായിരിക്കും. അപ്പൊ അതെല്ലാം കൃത്യമായി തന്നെ അവർക്കൊന്നും മുറിവുകളൊന്നും വരുത്താത്ത തരത്തില്, അതായത് പേഷ്യൻസിനെ നല്ല കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന മാതിരി തന്നെയായിരിക്കണം ഇത് ഡിസ്പോസൽ ആയിട്ട് വേസ്റ്റിൽ കൊണ്ടുവന്ന് ഡിസ്പോസ് ചെയ്യുന്നവരെ ശ്രദ്ധിക്കേണ്ടത്. മറ്റു വ്യക്തികളുടെ മേത്തോ അല്ലെങ്കിൽ ഈ നഴ്സുമാരെ തന്നെയാണെങ്കിലോ അവരുടെ മേത്തുകളൊന്നും സ്പർശിക്കാനൊന്നും പാടില്ല. കെയർഫുൾ ആയിരിക്കണം. അത് കൃത്യമായി ഡിസ്പോസ് ചെയ്യുന്ന ലേബിൾ ചെയ്തിരിക്കുന്ന പ്ലേസിൽ തന്നെ നിക്ഷേപിക്കുകയും വേണം. then install ground fault circuit. ഇപ്പൊ നമ്മൾ പറഞ്ഞ മാതിരി ഈ എന്തെങ്കിലും സർക്യൂട്ടുകൾ, എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ടുകളൊക്കെ വരുമ്പോൾ എന്താണ് അത് കൃത്യമായിട്ട് മാനേജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഒപ്പം call a skilled electrician to test and repair damaged equipment. എന്തെങ്കിലും ഡാമേജ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടെന്ന് തോന്നിയാൽ ഓപ്പറേഷൻ തിയേറ്ററിൽ അറിയാലോ. അപ്പൊ അവര് അത് സ്കിൽഡ്, അതുമായി ബന്ധപ്പെട്ട സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ വിളിച്ച് അത് റിപ്പയർ ചെയ്യണം. Then put on radiation thermistor badge or other when exposed to radiation, or follow all safety instructions to lessen exposure to a minimum. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി റേഡിയേഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ ക്യാൻസർ സെന്ററിലൊക്കെ റേഡിയേഷൻ ഒക്കെ വരുമ്പോൾ എന്താണ് കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യണം. കാരണം പെട്ടെന്ന് തന്നെ അത് സ്പ്രെഡ് ചെയ്യാൻ ചെറിയൊരു ലീക്കേജ് മതി ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ സൃഷ്ടിക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് ബാഡ്ജ് ഒക്കെ യൂസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഓരോ പേഷ്യൻസിനൊക്കെ കടത്തി വിടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ആ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് ലെസൺ ചെയ്തിട്ട് തന്നെ ആയിരിക്കും ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. Then install air conditioning with the affecting general ventilation in the operating rooms to lessen that heat, stress and remove odors, gases and vapors. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി എയർ കണ്ടീഷനിങ് നിറഞ്ഞ ആ ഒരു പ്ലേസിലാണ് ഓപ്പറേഷൻ തിയേറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ എന്തെങ്കിലും ഇടയ്ക്ക് എന്തെങ്കിലും ബ്രേക്കോ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അതിന്റെ ഗ്യാസസോ അല്ലെങ്കിൽ വെപ്പേഴ്സോ എന്തെങ്കിലും നീരാവി അങ്ങനെയൊക്കെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യണം. അതൊക്കെ കൃത്യമായിട്ട് പോകുന്നുണ്ടോ എന്ന്, ഹീറ്റ് കൂടുതൽ എന്താ പറയാ ചൂട് അനുഭവപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള എയർ കണ്ടീഷൻ ആണോ നടത്തുന്നത് എന്നൊക്കെ നോട്ട് ചെയ്യണം. Then nurses sensitive to natural rubber latex must use non-latex or powder-free latex gloves and avoid contact with the other latex products. ഇപ്പൊ എന്തെങ്കിലും റബ്ബറായിട്ടുള്ള ഇതുമായിട്ട് ചിലപ്പോൾ നഴ്സുമാരുടെ സ്കിന്നുകൾ അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ സ്കിന്നെ പൊരുത്തപ്പെടാൻ സാധ്യതയില്ല എങ്കിൽ എന്താണ് അവർക്ക് എന്തെങ്കിലും അലർജി ഡിസീസസ് ഒക്കെ വരികയാണെങ്കിൽ നോൺ ലാറ്റക്സ്, അത് അല്ലാത്ത തരത്തിലുള്ള സംഭവങ്ങൾ ഉപയോഗിക്കണം. പൗഡർ ഫ്രീ ലാറ്റക്സ്, ചിലപ്പോൾ പൗഡേഴ്സ് അങ്ങനത്തെ ഒക്കെ ആയിരിക്കും, പൗഡർ ആയിരിക്കും പ്രോബ്ലം, അതായത് ഗ്ലൗസിന്റെ പൗഡറുകളൊക്കെ ആയിരിക്കും പ്രശ്നം ഉണ്ടാക്കുന്നതെങ്കിൽ പൗഡർ ഫ്രീ ആയിട്ടുള്ള ലാറ്റക്സ് ഗ്ലൗസുകൾ യൂസ് ചെയ്യണം. ആൻഡ് അവോയ്ഡ് കോൺടാക്ട് വിത്ത് അതർ ലാറ്റക്സ് പ്രൊഡക്റ്റ്. അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ എപ്പോഴും പ്രിവെൻഷൻ, വേർഡ് എന്ന് പറഞ്ഞാൽ പ്രിവെൻഷൻ, ഒരു അസുഖങ്ങൾ എന്തെങ്കിലും അണുക്കളൊന്നും വരരുത്, അവരുടെ ശരീരത്തിൽ പ്രവേശിക്കാത്ത തരത്തിലുള്ള പ്രിവെൻഷൻ എടുത്തിട്ടുള്ള എക്യുപ്മെന്റ്സ് അവർ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം. Then follow established and appropriate infection control precautions assuming blood body fluids. അതായത് ബ്ലഡ് ആണെങ്കിലും ബോഡി ഫ്ലൂയിഡ്സിലായിരിക്കും കൂടുതൽ അണുക്കല്ലേ രോഗികളായ വ്യക്തികളുടെ ഇതിൽ നിന്നൊക്കെയാണ് പകർച്ചവ്യാധികൾ സംഭവിക്കുന്നത്. അപ്പൊ അണുപ്രസരണമൊന്നും ഉണ്ടാവാതെ തക്ക വിധത്തില് എപ്പോഴും കൃത്യമായിട്ടുള്ള അപ്രോപ്രിയേറ്റഡ് ആയിട്ടുള്ള കൺട്രോൾ പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിരിക്കണം. അതിനുള്ള മുൻകരുതലുകളിൽ എപ്പോഴും എടുത്തിരിക്കണം. ചിലപ്പോൾ ഗ്ലൗസ് യൂസ് ചെയ്യണം, ചിലപ്പോൾ ഷീൽഡ് യൂസ് ചെയ്യണം, ചിലപ്പോൾ മാസ്ക് യൂസ് ചെയ്യണം. അതൊക്കെ എന്താണോ
ആ പ്രിക്യൂഷൻസ് അത് കൃത്യമായിട്ട് അത് തന്നെ ഫോളോ ചെയ്യണം. Then wash hand and other exposed skin surface after coming into contact with the blood or body fluids. ഈ ബോഡി ഫ്ലൂയിഡ്സും ബ്ലഡുമായിട്ട് കോണ്ടാക്ട് ചെയ്തതിന് ശേഷം ഇവരെപ്പോഴും എന്താണ് മസ്റ്റ് ആയിട്ട് ഹാൻഡ് വാഷ് ചെയ്യണം. അല്ലെങ്കിൽ സ്കിൻ ഏതെങ്കിലും പ്ലേസിലാണ് ഇത് എഫക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് അവിടെ എല്ലാം വാഷ് ചെയ്തിരിക്കണം. Then provide lifting aids for the lifting and shift of heavy patients, consult and occupational safety specialist on the safe handling of heavy patients. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും പേഷ്യൻസിന്റെ ലിഫ്റ്റിംഗ് ആണെങ്കിലും അവിടേക്ക് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ പ്ലേസിലേക്ക് കൊണ്ടുപോവുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കൃത്യമായിട്ട് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സ്പെഷ്യലി ആയിട്ടുള്ള വ്യക്തികളൊക്കെ ആണെങ്കിലും അവർ ചിലപ്പോൾ നമ്മുടെ ഹാൻഡിൽ തന്നെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനൊന്നും സാധിച്ചെന്ന് വരില്ല. അപ്പൊ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഓക്യുപ്പേഷൻ ആയിട്ടുള്ള സേഫ്റ്റി സ്പെഷ്യലിസ്റ്റിന്റെ എന്താ പറയുക സഹായത്തോട് കൂടിയിട്ട് അവരെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. തന്നെ ചെക്കിംഗ് ഫോർ അനസ്തെറ്റിക് ഓക്സിജൻ ഗ്യാസ് ലീക്കേജ്, ഇതേമാതിരി തന്നെ ഓക്സിജന്റെയോ അല്ലെങ്കിൽ അനസ്തെറ്റിക് ആയിട്ടുള്ള സംഭവത്തിന്റെയൊക്കെ ഗ്യാസുകളൊക്കെ ലീക്കേജ് സംഭവിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. കൺട്രോൾ ഓഫ് ഫയർ ഡേഞ്ചർ, എന്തെങ്കിലും തീപിടുത്തത്തിന് സാധ്യതയുണ്ടോ എന്ന് തോന്നുകയാണെങ്കിൽ അതൊക്കെ അനുസരിച്ചുള്ള കൺട്രോളിങ് കാര്യങ്ങളൊക്കെ നടത്തിയിരിക്കണം. ഓക്കെ, ക്ലിയർ ആയോ? ഒന്നും കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. സ്പീഡിൽ പോയാലും ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തപ്പോ ഓക്കെ ആയില്ലേ? ഡൗട്ടുകൾ ഉണ്ടോ? ഓക്കെ എന്ന് പറയുന്നുണ്ട്. ഇനി ഇതുവരെ നമുക്ക് അവസാനിപ്പിക്കാല്ലേ? എമർജൻസി എക്യുപ്മെന്റ് അസോസിയേറ്റ് ഡ്യൂട്ടീസും നമുക്ക് എന്തായാലും ഒരു നെക്സ്റ്റ് ക്ലാസ്സോട് കൂടി ഓപ്പറേഷൻ തിയേറ്റർ തീർക്കാൻ സാധിക്കും. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് കൂടി തരാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഇന്നത്തെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ചോദിച്ചോളൂ. ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. നമുക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. ഒരു പോയിന്റ് പറയുന്നുണ്ട്. Install ground fault circuit interpreters, call a skilled electrician to test and repair damaged equipment. അതായത് ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇന്റർപ്രിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അതില് തിയേറ്ററിൽ അല്ലെ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് എന്തെങ്കിലും ഈ വോൾട്ടേജുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമോ അല്ലെങ്കിൽ സർക്യൂട്ടുകൾ അല്ലെ നമ്മുടെ കറണ്ടിന്റെ ഫ്ലോ അത് കൃത്യമായിട്ടല്ല ഫ്ലോ ചെയ്യണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് സംഭവിക്കും. ഈ മിക്കവാറും എക്യുപ്മെന്റ്സ് ഒക്കെ എന്താണ് ഇലക്ട്രിക്കലി ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് കോളേജ് സ്കിൽഡ് ഇലക്ട്രീഷ്യൻ ടു ടെസ്റ്റ്, അത് ടെസ്റ്റ് ചെയ്യാനായിട്ട് സ്കിൽഡ് ആയിട്ടുള്ള ഇലക്ട്രീഷ്യനെ വിളിക്കുക. അതിന്റെ റിപ്പയർ ഡാമേജ് എക്യുപ്മെന്റ്, ആ എക്യുപ്മെന്റ്സുകളൊക്കെ എന്തെങ്കിലും ഡാമേജുകൾ സംഭവിച്ചിരിക്കുന്ന എക്യുപ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ റിപ്പയർ ചെയ്യും. ഗ്രൗണ്ട് ഇതെന്ന് പറയുന്നത് എക്യുപ്മെന്റ്സിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ആ റൂമിൽ എന്തെങ്കിലും സർക്യൂട്ടുകൾ എന്തെങ്കിലും സംഭവിച്ചാലും അത് എന്താ പറയുക ക്ലിയർ ഔട്ട് ചെയ്യാനായിട്ട് സ്കിൽഡ് ആയിട്ടുള്ള ഇലക്ട്രീഷ്യനെ വിളിക്കേണ്ടതുണ്ടെങ്കിൽ ചെയ്യാന്നാണ് പറയുന്നത്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന ഭാഗം തന്നെയായിരുന്നു അല്ലെ? ഇന്നത്തെ ക്ലാസ്സിൽ മൊത്തം ചെറിയൊരു ഭാഗം ഉണ്ടായിരുന്നുള്ളൂ. അതായത് നമ്മള് നിത്യേന കാണുന്ന ഒരു മേഖല തന്നെ ആയതുകൊണ്ട് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. അപ്പൊ നമ്മൾ ഇവിടെ വരെ എടുത്തേ ഉള്ളൂ അല്ലെ? ഒരുപാടൊന്നും കവർ ചെയ്ത് പോയില്ല. അപ്പോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ അല്ലേ? ഡൗട്ടൊന്നും ഇല്ലല്ലോ? ഓക്കെ, ബൈ. Thank you.